ആ വാസണ്ണ വന്നല്ലോ വാസണ്ണ. മീറ്റപ്പിന് വരാനുള്ള വണ്ടിക്കൂലി ആയല്ലോ. ബോബോയ്ക്ക് വണ്ടിക്കൂലിയാണോ? വണ്ടിക്കൂലി കിട്ടിയ ലോൺ അടച്ചില്ല ഈ അണ്ണനൊരു ഇച്ചിരി കൂടെ അയച്ച സെറ്റ് ആയിരുന്നു. അണ്ടി അയക്കാം അണ്ടി. വാസണ്ണ റെഡ് കത്തിക്കും. പിന്നെ ഇതിനല്ല അതിനല്ല അണ്ണ ഇത് തന്നു. ഇപ്പം ഒരു പറയും കത്തിക്കുന്നില്ല. അതാ വിളിക്കുന്ന ഫോണ് വിളിക്കുന്ന. കളിപ്പുള്ളി കേടാ ഞാൻ എന്റെയൊക്കെ. എടാ ഞാന് റിബല് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ചാറ്റിലോ അല്ലെങ്കിൽ മെതിലോ വരുമ്പോ ഈ റെഡ് കത്തിക്കുമെന്ന് ചോദിക്കാൻ വേണ്ടി നീ കുറച്ചുപേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അയ്യോ അങ്ങനൊന്നും ഇല്ലണ്ണ, അങ്ങനൊന്നും ഇല്ലണ്ണ. അയ്യോ അങ്ങനൊന്നും ഇല്ലണ്ണ. ഞങ്ങളുടെയൊക്കെ തലവട്ടം കാണുമ്പോ ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് നീ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ? അയ്യോ അണ്ണ അങ്ങനൊന്നും ചെയ്തിട്ടില്ല അണ്ണ. എന്തൊക്കെയാണ് പറയുന്നത്? നിന്നെ നന്നായിട്ട് അറിയാം. ഇത്രയും ആളായില്ലേ, നിന്നെ നന്നായിട്ട് അറിയാം. മനസ്സിലായോ? സ്നേഹം കൊണ്ടാണ്, സ്നേഹം കൊണ്ട് ചോദിക്കുന്ന. അവർക്കും ഇല്ലണ്ണ ഈ റെഡൊക്കെ കാണാൻ ഓരോ കൊതിയൊക്കെ. സ്വിഗ്ഗി ഏത് സോണാണ് ബ്രോ? എടപ്പള്ളി സോണിലാണ് ബ്രോ. നമ്മളുടെ പയ്യന്മാരെല്ലാം എടപ്പള്ളി സോണിലാണ്. ചുമ്മാ കള്ളൻ കള്ളൻ. സ്വിഗ്ഗി ഓ ഇതിനെ സ്വിഗ്ഗിയോടാ പോയിട്ട് അങ്ങോട്ട് പൈസ അണ്ണാ രാവിലെ സർക്കിട്ട് വിളിച്ചില്ല. അണ്ണാ കേസായ സ്വിഗ്ഗിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം. ക്യാഷ് ഓൺ ഡെലിവറി വന്നൊക്കെ എടുത്ത് പോക്കറ്റ് വെച്ച് അത് അടച്ചില്ലെന്ന്. അതെന്താന്ന് അറിയണ്ണ, ഈ സ്വിഗ്ഗിയിലുള്ള ഫുഡ് കൊണ്ട് കൊടുക്കാൻ ക്യാഷ് ഓൺ ഡെലിവറി വരുവാണ്. കൈ പൈസ തരൂല്ലേ? ഞാൻ ആ പൈസ എടുത്ത് ചെലവാക്കിയാണ്. എന്റെ സ്വിഗ്ഗിയോടൊപ്പം അങ്ങ് നിർത്തി. 6 മാസം കഴിഞ്ഞപ്പോ എനിക്ക് വക്കീൽ നോട്ടീസ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നു. ഇത് അടച്ചില്ലെങ്കിൽ 4 മണിക്കൂർ കേസാക്കുമെന്ന് പറഞ്ഞു. പേടിച്ച് ഞാൻ അണ്ണനെ വിളിച്ച് സർക്കിട്ടിനെ വിളിച്ച് 500 രൂപ മേടിച്ചപ്പോഴടച്ച്. 500 3000 രൂപ എന്താ പറ്റിയില്ലടാ? ഇല്ല അത്ര വന്നില്ല. എത്രയായിരുന്നു അണ്ണ? 500 എനിക്ക് ഓർമ്മയില്ല എത്രയാന്ന്. ഞാൻ കാരണം നിന്റെ ഡിയോക്ക് എത്ര രൂപ പറ്റിയ? നീ കാരണം ഡിയോക്ക് 6000 രൂപ പറ്റി. അതിപ്പോഴും ഫോട്ടോ ഫോട്ടോ ഉണ്ടോ? പോടാ വിത്ത് ഫോട്ടോ. ബോബോയ് പുറകിന് കൊലയൊക്കെ പിടിച്ചിരിക്കുന്ന ഫോട്ടോ വരെ ഉണ്ട്. അണ്ണാ അതിനകത്ത് മൊത്തം മറ്റേ പൈപ്പ്, താവ് കെട്ട, ഫ്രിഡ്ജ് ഇതെല്ലാം ഞാൻ മറ്റേ ഞാൻ ഇടയ്ക്ക് ആ വണ്ടിയിൽ എവിടെ അടുത്ത് പോയപ്പോ പോലീസ് പിടിച്ചാൽ പറഞ്ഞ് ഹെൽമെറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ വണ്ടി കുറെ ആവശ്യമില്ലാത്ത പോക്കുകളായിരുന്നു പോയത്. ഇടയ്ക്ക് മുറുക്കാൻ മേടിക്കാൻ വരെ പോയവരെ ഉണ്ട് അതില്. മുറുക്കാൻ അണ്ണ ആലോചിച്ച് നോക്കണം. അവിടെ ക്യാമറയുടെ മുമ്പിൽ പോയി മുറുക്കാൻ മേടിക്കാൻ വേണ്ടി ഇവനെയൊക്കെ ഞാൻ എന്ത് ചെയ്യാനാണ്? 2000 രൂപ അതിന് ഫൈൻ. അത് ഫോൺ വിളിച്ചോണ്ട് 50 രൂപയുടെ മുറുക്കാൻ മേടിക്കാൻ 2000 രൂപ ഫൈൻ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് ഈകളെ സംസാരിക്കാൻ പറ്റില്ല. ഞാനിവിടെ അവളോട് വീഡിയോ കോളിലായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നേ. ഇമ്പോർട്ടന്റ് അല്ലല്ല, വേറെ കാര്യമുണ്ട്. ഈ സ്വിഗ്ഗി ഒക്കെ ഉണ്ടല്ലോ ഇവിടെ പിന്നെ സമാധാനമാണ് കേട്ടോ. ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് സ്വിഗ്ഗിയോടെ പോയിട്ട് ഒരു ദിവസം രാത്രിയില് നല്ല 1 മണി 2 മണി എന്തായി, 2 മണിക്ക് ഒരുത്തൻ ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തേട്ടാ. ഞാൻ ബീഫ് ഫ്രൈ കൊണ്ട് ചെല്ലുവാ. ഞാൻ ചെന്നിട്ട് അവിടെ ഹോട്ടലിൽ പോയി പിക്കൊക്കെ ചെയ്ത് അവിടെ രാത്രിയിൽ മഴയൊക്കെ നനഞ്ഞ് അവിടെ കൊണ്ട് കൊടുത്തപ്പോ പോവാൻ വരട്ടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ വെച്ച് തന്നെ ബീഫ് ഫ്രൈ പൊട്ടിച്ച് ഒരു കഷ്ണം തിന്ന് തിന്നിട്ട് ഉപ്പ് കുറവാണ്, നീ ഇത് തിരിച്ച് ഹോട്ടലിൽ കൊണ്ട് കൊടുത്തിട്ട് വേറെ മേടിച്ചോണ്ട് വരണോന്ന്. അവൻ പറയാ എന്റെ ഒരു 3 തൊട കെട്ടിവെച്ച അവന്റെ കൈയുടെ അത്രയും വരൂല. മനസ്സിലായ? എന്ത് വിട്ടാൻ പറ്റും? അവിടുത്തെ ലോക്കലാണ്. ഞാൻ അവിടുന്ന് പുള്ളിയുടെ നമ്പറൊക്കെ മേടിച്ച് വഴി വെട്ടി ലാസ്റ്റ് അവിടെ ഹോട്ടലിൽ ചെന്നപ്പോ ഹോട്ടലുകാർ പറയാം അങ്ങനെ മാറ്റി തരാൻ പറ്റത്തില്ല, റീ ഓർഡർ ചെയ്യണോ. പിന്നെ എന്റെ കയ്യിൽ 175 ഇട്ട് ഞാൻ മേടിച്ചു കൊടുത്തു ബീഫ് ഫ്രൈ. എടാ അവൻ എന്റെ ഫോട്ടോ ഒക്കെ എടുത്താ, അവന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അന്നത് ആ ബീഫ് ആ ഓർഡർ പറ്റൂല, തിരിച്ച് പൈസ തരാൻ പറ്റില്ല പറഞ്ഞെങ്കിൽ ഇപ്പൊ ഈഗിൾ ഗെയിമിംഗ് ഇല്ല. അവന്റെ പറമ്പിൽ തന്നെ കുഴിച്ചിട്ടേനെ. പുറലോകം പോലും അറിയില്ലല്ലോ. എന്നെ അപ്പോഴേ കുഴിച്ചിട്ടേനെ വന്നേ. പക്ഷെ ഇപ്പൊ അവൻ വന്നു കഴിഞ്ഞാൽ ആരെ കഴിക്കില്ലല്ലോ. എന്റെ ബോബയുടെ ആരെ കഴിക്കില്ലല്ലോ. വരാൻ പറ, ഇടിക്കുമല്ലോ. ഇടിക്കോ പിന്നെ ആരെ കഴിക്കില്ലല്ലോടാ ബോബ. ഇന്നായിരുന്നെങ്കിലേ താങ്ക് യു ഫോർ ദ 180 rupees ജീപേ. ഒരു ക്വാർട്ടർ ഇവിടെ മദ്യപാനം ഇല്ല ബ്രോ. അയ്യോ ഇന്നലെ കൂടെ അടിച്ചിപ്പിച്ച് ബോബോയ്
പറഞ്ഞ പറയൂ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എനിക്ക് പുറത്തോട്ട് വരും. ഇല്ല ഇടയ്ക്കുള്ള ഇടയ്ക്ക് പാർട്ണറാണ് ഇപ്പോ. അണ്ണ ഹൈവിന്റെ റോക്സൺ റോസിന്റെ ഒരു സൈഡ് പാർട്ണർ ഇപ്പൊ ഇവനാണ്. ഒരു ഷെയർ ഉണ്ടോ ഇപ്പൊ? ഏതൊക്കെയായിരുന്നു തോക്ക് എടാ ഞാൻ പിസ്റ്റലൊക്കെ വെച്ചൊരു നോക്ക് ഇട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരണേ. എന്ത് ചെയ്യാനണ്ണ, ഞാൻ എന്ത് ചെയ്യണം? ആക്കില്ല കൊണ്ടുപോയി കുടിഞ്ഞു പോണേ കഴിവറ വെടി വെക്കുന്ന ബ്ലൂബെറി റാസ്ബെറി മതി ബ്രോ. എടാ എന്നെ വെടി വെച്ചിട്ട് അണ്ണ അടിയണ്ണ അണ്ണ അടിയണ്ണ അതാ വരുന്നണ്ണ അണ്ണ അടി ഇടിക്കല്ലേടാ ഗണ്ണെന്തിനുണ്ട് തന്നടാ. അയ്യോ അണ്ണാ തോക്കൊന്നുമില്ലല്ലോ അണ്ണാ, മെടി മാത്രമേ ഉള്ളൂ, തോക്കില്ല. വാസുണ്ണന്റെ സ്പെക്ടേറ്റിംഗ് മൂവ്മെന്റ്. വാസുണ്ണൻ ശ്രകണൻ ആര് വേണേലും നിങ്ങൾ പറഞ്ഞാൽ മതി. ഇൻസ്റ്റന്റ് റിപ്ലൈ. ഫുൾ സ്ട്രീമാണ് കേട്ടോ 4 പേരുടെ. ഇത് മാർക്കറ്റിംഗ് ആണെന്ന് ഇവന്റെ ബാക്കിയുള്ളവരെ പി അടിച്ച കൂടുതൽ വാച്ച് കിട്ടും. അയ്യോ എവിടെ ഇവിടെയൊക്കെ ആളെ ഒന്ന് കേൾക്കാനും കാണാനും വയ്യ. അയ്യോ ആഷിക്കെന്ന് പറഞ്ഞതിന്റെ അടുത്ത് ചാറ്റില്ലേ ജർമ്മൻ കുന്നാന്ന് പറഞ്ഞിട്ട് സത്യം പറയല്ലേ, നിന്റെ പിന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് പോകേണ്ട ഒരാവശ്യമില്ല. അണ്ണ ഇങ്ങോട്ട് വരുമോ? അണ്ണ വാസണ്ണ ഇങ്ങോട്ട് വാ. എടാ എന്ത് മെഡിയോ എന്തെങ്കിലും താ. ഗണ്ണില്ല എന്റെ ഗണ്ണില്ല, മെഡിയോ എന്തെങ്കിലും താ. വെടി എന്തേലും തരാ. ഇനിയിപ്പോ വെടി മേടിച്ച് ഞാൻ വെഡിട്ട് വൈരെ പോയിടത്. ഓ എടുത്താ അടിക്കുന്നണ്ണ അടിക്കുന്നല്ലോ അണ്ണ. അണ്ണ ഒന്ന് ഹോൾഡ് ചെയ്യാം, ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡില്. ഇത് നമുക്ക് അടുത്ത വട്ടം തൊട്ട് വല്ലല്ലോ മറ്റേ കായൽക്കരയിലല്ലോ ഇറങ്ങാം. ഈ എണ്ണാമണ്ണികളെ കൊണ്ട് നടക്കൂല ഈ ഡ്രോപ്പ് ഒന്നും. അതും അലപ്പ ഒന്ന് കേക്കാൻ പോലും പയ്യ. ഒരു പുണ്ടച്ചിയാണെങ്കിൽ മറ്റേ ബക്കറ്റ് വിരിവ് അതിന്റെ ഇടയ്ക്ക്, വേറൊരു പുണ്ണ സ്പെക്ട് ചെയ്യുന്നത് ഞാൻ മാറി സ്പെക്ട് ചെയ്യാന്ന്. ഇതൊക്കെയാണ് എനിക്ക് കോള്. ചാടി അടി അവനെ അടി. അണ്ണ എന്തേലും ചെയ്യണ, അണ്ണ എന്തേലും ചെയ്യ്. ഇങ്ങനെ പേടിച്ച് നിക്കല്ലേ അണ്ണ എന്തേലും ഒക്കെ ചെയ്യണ. കണ്ണില്ലടാ എന്റെ കയ്യില്. ഷോർട്ട് കട്ട് വെച്ചിട്ടൊക്കെ എന്തിനു ചെയ്യാനുണ്ട്? അടുത്ത ഒന്നെല്ലാം ചെയ്യാൻ പറ്റും. സ്വന്തം ടീമിനൊക്കെ അടിച്ചിട്ടോ അല്ലല്ല വേറെ ടീമായിരുന്നു മറപ്പി. കണ്ണാപ്പി നീ എന്തിനാണ് കാണിക്കുന്നത്? കണ്ണാപ്പി ആ കഥവ് നോക്കിയാണ് അവര് കഥവിൽ ഒട്ടി അവന്റെ തല അവിടെ പെടലി ഉളുക്ക് നിന്റെ. നീ ആദ്യം നീ ആ വേറെ ആംഗിളിലും പോയി നോക്ക്. ആംഗിളും കിട്ടി. അണ്ണ എന്തൊക്കെയാ അണ്ണ കാണിച്ചു കിട്ടുന്നേ? എടാ നീ ഇവിടെ നിന്ന് ടി പി എടുത്ത് നോക്കാതെ അവ എവിടെയാണെന്ന് നോക്കുക. എടാ ചാവടാ. ഒന്നും ചെയ്തില്ല. എടാ കണ്ടാപ്പി നീ നേരെ വന്നിട്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ആ റൂമിന്റെ അകത്തൊന്ന് ടി പി എടുത്ത് നോക്ക്. മറ്റേ ജേക്കബിന്റെ സ്വർഗരാജത്തിലെ ഡയലോഗ് പറയണ ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഒന്നും ചെയ്തില്ല. വാടൊക്കെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇതിന് പറഞ്ഞിട്ടുള്ള പണിയല്ല. എടാ എന്റെ ഒരു ഗണ്ണ് തന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകാൻ. ഇത് എവിടെ പോവാനാ? ഇത് നോക്കത്തില്ലല്ലോ. കണ്ണാപ്പി വാ, ഒരുമിച്ച് ഇറങ്ങാം. വാ എന്റെ കൂടെ വാ. ചാവട്ടെ വാ. എന്റെ ആള് വെയിറ്റ് ചെയ്യ്. ഞാൻ ഇവിടെ നോക്കിട്ടാ നമുക്ക് മേലോട്ട് പുഷ് ചെയ്യാം. വെയിറ്റ് ഞാൻ അവിടെ നോക്കിടാവേ. കണ്ണാപ്പി നോക്കട്ടെ അടി. പിന്നെ ചില്ലറ കളിയാണോ ഇത്? എന്തിനാണ് അവിടെ സ്കോപ്പ് ചെയ്യുന്നേ? മതിലിൽ ആരെങ്കിലും വരുവോ? എടാ തറയിലുണ്ടാ. അടുത്ത കളി തുടങ്ങാം. പറി
അരമണിക്കൂറായി ഞാൻ അവിടെ ഒന്ന് പോവാ, താഴോട്ട് പോവാ എന്തേലും ചെയ്യാന്ന് പറഞ്ഞ് വിളിക്കണം. എന്തേലും വേണ്ടാ ചെയ്യാൻ. നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കണേ ഞാൻ വെളിയിലോട്ട് പോവാൻ. ഭയങ്കര മോശം കേട്ടോ. ബിരി പൊട്ടി ആയപ്പോ ഇല്ല, ഞാൻ ഇറങ്ങി വരൂലാണ്. നമുക്ക് ഈ ബോബോ എന്നാൽ ബിഗിനർ ഉള്ളതാണ്. ഇപ്പൊ നമുക്ക് റൊസോക്ക് പറ്റൂല. ചെറിയ ചെറിയ സ്ഥലത്ത് ഇറങ്ങണം, എന്നിട്ട് കൊച്ചു കൊച്ചു സ്ഥലത്ത് ഇറങ്ങാം. അത് നല്ലതാണ്, നല്ലതാണ്. പിസ്റ്റലിനൊക്കെ ഒരു നോക്ക് ഇട്ടിട്ടുണ്ട്, എന്റെ അടുത്തോട്ടൊന്ന് വാന്ന്. അപ്പൊ അണ്ണാ ഞാൻ അണ്ണന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അണ്ണൻ കണ്ടില്ലേ? ഞാൻ കണ്ടാണല്ലോ തുടക്കം തൊട്ട് അവസരം വരെ. വിളിച്ചപ്പോ നീ അല്ലേ പറഞ്ഞത് വെളിയിലോട്ട് ഞാനൊരു നോക്ക് ഇട്ട് തരാം. മണിക്കൂറായിട്ട് താഴെ ഷോട്ട് ഗണ്ണ് പിടിച്ചിരിക്കുക. അണ്ണാ അണ്ണന്റെ അത് കണ്ണില്ലായിരുന്നു. അണ്ണാ അത് വെച്ച് ഇറങ്ങാറില്ല നമുക്ക്. എനിക്ക് ഇങ്ങനെയുള്ള ടീമിന്റെ നമ്മൾ ഈ 4 പേരോട് മിന്നുന്ന 24 ഇടണം അല്ലേ അണ്ണാ? അയ്യോ എനിക്ക് താല്പര്യമില്ലടാ. ട്രെൻഡിങ് ബോബോയ് കുണ്ണക്കോട്ട് ഒരു ദിവസം 24 ഇട്ടിട്ട് ഇവന് മറ്റേ ഇതില്ലാതായി പോയതാണ്. ഓ പിച്ച് ലാസ്റ്റ് പിച്ചുമ്പോ ഇവനെല്ലാരും കളിച്ചത്. ബോബോയ് സൈഡ് കണ്ണപ്പി നീ പറയണേ, നീ പൊതക്കപ്പൊ ഇരിച്ചിട്ടാണ് കസേര ഇരുന്നത്, പൊതപ്പൊക്കെ വിരിച്ച്. നീ കിക്കായിരുന്നു. അവര് ശേഷിയില്ലാതായി പോയടാ. അവര് കഴിക്കാനൊന്നും കൈ പൊങ്ങൂല്ലായിരുന്നു 2 ദിവസം. 2 ദിവസം വിവരമില്ലായിരുന്നു. 2 ദിവസം ഞാൻ കോമയിലായിരുന്നു. അണ്ണ അത് കഴിഞ്ഞിട്ടുള്ള സീൻ വലിയ അറിഞ്ഞ അണ്ണൻ വലിയ പ്രശ്നമായി വീട്ടില്. ഒരു ദിവസം ഞാൻ എണീറ്റേ ഇല്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്ന, പറ്റുന്ന പണിക്ക് പോയാ പോലെ വലിയ പ്രശ്നം. പിന്നെ അവരുടെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ അവര്? പിന്നെ റൂമിൽ കയറ്റിയിട്ടില്ല എന്നെ 2 ദിവസം, ഗെയിം കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് ചിക്കൻ അടിക്കണം. ഇത് പിന്നെ ചിക്കൻ അല്ലേ? ചിക്കൻ അടിച്ചാ ഈ ഡ്രോപ്പിൽ ഇറങ്ങിക്കോടാ നിങ്ങള്. റോബിലെ ഈ വേറെ ഞാനിവിടെ ഇറങ്ങി വരാം. അല്ലേ ഈ മണ്ടന്മാര് 2 ഇല്ല, ചിക്കൻ അടിച്ച 5000 ജീപ്പേ ഉണ്ട്. കമ്മി ഉണ്ടല്ലോ. 10,000 ഉണ്ടല്ലോ. ഒരാൾ ചിക്കൻ അടിച്ച 5000 ജീപ്പേ എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. എനിക്ക് 10,000 ആണല്ലോടാ. എനിക്ക് ഞാൻ കമന്റ് കണ്ടില്ല. എന്റെ 10,000 2500 അണ്ണനും അണ്ണൻ എന്റെ 5000 അണ്ണൻ 2500 2500. നീയൊക്കെ തന്നിട്ട് അത് കിട്ടിയാ മതി. 10 രൂപ. അണ്ണാ ഞാൻ ഒരു ദിവസം എല്ലാവരുടെ ചാറ്റ് വന്നിട്ട് ചോമ്പങ്ങ് അടിക്കുകയാണ്. അതായത് എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. അതിനാദ്യം കണ്ണാപ്പി നിനക്ക് ഇപ്പൊ ഈ മാസം കിട്ടിയ പൈസ വെച്ച് നിനക്ക് അച്ഛന്റെ മാല എടുക്കണ്ടേ? അത് കഴിഞ്ഞ മാസം കിട്ടിയ പൈസ വെച്ച് ഈ മാസം ഇപ്പൊ കിട്ടും. മാല എടുത്തിട്ട് ആരും വരവുണ്ടല്ലോ. റീലൊക്കെ ഇടും ഞാൻ. അണ്ണാ ലൈക്കൊക്കെ ഷെയറൊക്കെ ചെയ്യണേ. കണ്ണാപ്പി റീൽ ഇട്ടാ ഞാൻ ലൈവ് ഇട്ടാ അവരാധിക്കുന്നില്ല. ഒരു സംശയമില്ല. ഞാൻ അപ്പൊ തന്നെ ലൈവ് വരും. നീ റീൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ ലൈവ് വന്നിട്ട് ഞാൻ കേരള ജനതയോട് സത്യം വിളിച്ചു പറയും. പണം എടുത്തിട്ട് മാസം മാല മേടിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞില്ല ഇത് പറയാനുള്ള. ഇവനൊക്കെ ഉറപ്പാണ്. 1 മണിക്കൂർ മുന്നേ നമ്മള് പബ്ജി കളിച്ചായിരുന്നു SRKയുടെ കൂടെ. അതിപ്പോ റീൽസ് ആയി വെട്ടിക്കേറ്റി നമ്മളെ കേറ്റി SRK കളി കളിച്ചെന്ന് പറഞ്ഞാണ്. എന്തൊക്കെ കാണണമെന്നറിയാം. ഇപ്പൊ വെട്ടിക്കേറ്റി നമ്മള്. അവൻ കളിച്ചിട്ടില്ല. കേടപേക്ഷിച്ചിട്ടവരും കളിച്ചിട്ടില്ല ഇതുവരെ. അത് മാത്രം സമ്മതിക്കണമായിരുന്നു. അത് കൊള്ളായിരുന്നു. കളിയായിരുന്നാ വേറെ കാര്യം. പക്ഷേ സൂപ്പർ ലക്കൊക്കെ വരുമല്ലോടാ. ലക്കിനൊക്കെ അടിച്ചായിരിക്കും. തൂർമ്മ തീട്ട കൊണ്ട് ആറാട്ട്. അതെ നമ്മളൊന്നും ക്ലിപ്പ് ഇടാത്ത എന്താണ് അണ്ണാ? നമ്മൾ ഈ 5M ക്ലിപ്പ് എടുത്തിട്ടും ഇതിന് ക്ലിപ്പ് എടുത്തിട്ട് നമ്മള് ക്ലിപ്പ് ഇടാത്ത എന്താ? കാരണം അതിന്റെ ആവശ്യമില്ല. അതൊക്കെ ഒരു ഫ്ലെക്സ് ആയിട്ട് നമുക്ക് അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൽ നിന്റെ 5M ക്ലിപ്പ് നോക്കിയാൽ എല്ലാം കൂടെ ഈ ലാസ്റ്റ് MG3 വാറിന് കിട്ടിയ 2 പിക്ക് കൂടെ ചേർത്ത് 5 കില്ല് കാണും. ഇറക്കിയിട്ടില്ല. ഇറക്കത്തില്ലല്ലോ. ഞാൻ കളിക്കാറില്ലല്ലോ അതുകൊണ്ടല്ലേ അണ്ണാ. നിന്നെ ഇറക്കാറില്ലല്ലോടാ. അതെങ്ങനെ പറഞ്ഞു? എമർജൻസി കവർ എന്താ സാധനം? എമർജൻസി കവർ, എമർജൻസി പിക്കപ്പ്. അത് മറ്റേ പറന്നു കവർ മറ്റേ ഫ്ലെയർ പോലെ ഒരു സാധനം എടുത്തിട്ട് ഓ മറ്റേ 2 കല്ല് പോലെ 2 സാധനം വന്ന് വീഴുന്നത് അതാണോ?
കല്ലുമഴ പെയ്യും. ഇല്ല ലൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും അത് പറ. അന്തേരി SRK is live. അത് നീയാണടാ? അതെ, അതെ. നീ ലൈവ് വന്നോ? പിള്ളേര് അത് അതിൽ PC ഗെയിമിംഗ് വേണ്ടി ഒരു പുള്ളി ഉണ്ട്. ആ പുള്ളിയുടെ തമിഴ പേരാ അത് SRK. ആണല്ലേ? ഓക്കെ. അന്തേരി SRK is live. നോട്ടിഫിക്കേഷൻ അണ്ണ ഇച്ചിരി വിഷമത്തിലൊക്കെയാണ് guys. സരക്കെ കളിയാക്കുന്ന സാമ്പില് വാസ്തു സരക്കും എല്ലാം ഉണ്ട്. വാസ്തു സരക്ക് കണ്ണാപ്പി എല്ലാരും ഉണ്ട്. സരക്കണ്ണന് പൈസക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പൊ അപ്പൊ എന്തേലും പറ്റുന്ന നിങ്ങൾ ചെയ്യണം. തിരിക്കും ഞാൻ എന്റെ പേര് പറഞ്ഞ വാസുണ്ടും ഇച്ചിരി ടൈറ്റ് ആണ്. എന്റെ ജീപ്പ് വാസുണ്ണന് വേണ്ടിയുള്ള കണ്ണാപ്പിയുടെ ഇട്ടോ സരക്കിന് വേണ്ടിയുള്ളത് നിങ്ങൾക്ക് ഇടാതെ കിട്ടോ തീരൊന്നുമില്ല. ഇത് ഒരുപാട് നാളെ പോകൂല കേട്ടോ അത്. അണ്ണാ ഞങ്ങൾക്ക് നിങ്ങളെ വിൽക്കാൻ തോന്നുന്നുണ്ടോ ഇപ്പൊ? അത് പറയല്ലേ അത് വിറ്റ് ഓൾറെഡി വിറ്റ് എന്നൊക്കെ എന്നേ വിറ്റ്. അങ്ങനെയൊക്കെ പറയല്ലോ, വിഷമമുണ്ട് എനിക്ക്. എന്നൊക്കെ ഇനിയിപ്പോ നാളെ മറ്റേ ലൈവില് നിന്നെപ്പോ പറഞ്ഞവനൊക്കെ എന്റെ ഒക്കെ ഇരുന്ന് അവരാതും പറയാം. നോക്കിയോ നീയൊക്കെ കൂട്ടിരിക്കുന്നെന്നും പറഞ്ഞു. നോക്കിയോ അതും കേൾക്കേണ്ടി വരും. നീ കേട്ടോടാ പറഞ്ഞത് ബോബോയെ? ശരിയല്ലേടാ അത്? നീ കേട്ടോടാ പറഞ്ഞത്? അവൻ തിരിച്ചറിവെങ്കിലുണ്ട് ബോബോയ്ക്ക്. ആ 6x സ്കോപ്പ് ഉണ്ടാ? അയ്യോ എനിക്ക് 3x എടുക്കല്ലേ ആരും. പിന്നെ ആദ്യം വരുന്നവൻ എടുക്കണം. അത് എടുക്കല്ലേ. അങ്ങനൊന്നുമില്ല, ആദ്യം വരുന്ന ആൾക്കാണ് 6x. ഇതെന്ത് ബുക്ക് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. എടാ ചോദിച്ചെന്ന് ഇതെന്ത് ബുക്ക് ചെയ്താലും പറ്റത്തില്ലല്ലോ. കളിച്ച് മോഞ്ചിട്ട് എനിക്ക് വയ്യണ്ട. അതല്ല അത് കഴിഞ്ഞിട്ട് നീ കാർ റെന്റിരുതാ ആ സാധനല്ലേ നീ ഉണ്ടതാ തോക്കണ്ടല്ലോ. അതെത്ര 2 മില്യൺ എന്തോ അടിച്ചെണ്ണ അത്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു 24 ഇട്ടാലോ? ആണോ നമുക്ക് എല്ലാവർക്കും കൂടെ 24 ഇട്ടാലോ അണ്ണാ? അപ്പൊ കണ്ണാപ്പി ബോബോയ് സ്ട്രീം ഇടണം, ഞങ്ങൾ ആരും ഇട്ടോളാം. അതെങ്ങനെ? അത് മതി അണ്ണാ, അത് മതി. അത് എന്നാലും കുഴപ്പമില്ല. അല്ല നീയൊക്കെ പിരിക്കും. എന്താണ് അണ്ണനോട് ഇങ്ങനെ പിരിവെന്നല്ലേ? അണ്ണ ഒരു ഗോൾ അടിച്ചേ. അവിടെ ഒരു കാർ റെന്റിട്ട് വല്ലതും ബാക്കിയെല്ലാം കിട്ടി. അണ്ണാ PUBG ഒന്ന് സെറ്റായ അണ്ണ എല്ലാം. ഞാൻ ഇപ്പൊ 2-3-4 ദിവസം കളിക്കാൻ കിട്ടി. ഞങ്ങളൊക്കെ പ്രാക്ടീസ് ആണ് ലൈനിലിരുന്ന്. PUBGയും ഫൈനൽസ് മിക്കവാറും ഉടനെ ഒരു യൂറോപ്യൻ ലീഗ് ഒക്കെ കാണാം, പ്രതീക്ഷിക്കാം. അവര് ടൂർണമെന്റ് നടത്തുന്നില്ലല്ലോ, പിന്നെ നീ എങ്ങനെയാണ് യൂറോപ്യൻ ലീഗ് കളിക്കുന്നത്? അല്ലേ പറഞ്ഞല്ല, ഉടനെ നടത്തുന്നുണ്ട്. കുറച്ച് പ്ലേയേഴ്സിന് ആവശ്യമുണ്ടെന്നാ പറഞ്ഞേ. എന്തായിരുന്നു കോച്ചിന്? കോച്ചിന്റെ സൈഡ് ടീമിന് 2 പ്ലേയേഴ്സിനാണെന്ന്. അത് അങ്ങനെയാണ് ഞാൻ നീ ഇപ്പം. അതെ അവരെ ഓൺ സ്റ്റേജ് പോകുന്ന സമയത്ത് വടയും ചായയൊക്കെ എടുത്തു കൊടുക്കാൻ 2-3 പേര് വേണം. വിയർക്കുമ്പോ തുടച്ചു കൊടുക്കണം. അതൊക്കെ കോച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു, വിയർക്കുമ്പോ തുടച്ചു കൊടുക്കണം. എന്തുകൊണ്ട് നിങ്ങൾ 2 പേരും ആപ്റ്റാണ് അതിന്? ഒരു 1 ലക്ഷം രൂപ മാസത്തേക്ക് സാലറി ഇട്ടോടാ ഞാൻ റെഡി. നീ ഞാൻ റെഡി. കുറഞ്ഞ 1 ലക്ഷം രൂപ മതിയാണ്. അതിക്കുള്ള ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിലയില്ല 1 ലക്ഷം രൂപ വെറുതെ തരാൻ. 1 ലക്ഷം രൂപ മതിയാണ്, അതിക്കുള്ള നമുക്ക് വേണ്ട. അതിക്കുള്ള ഞാൻ ആഗ്രഹിക്കത്തില്ല. ഒരു ഇതിപ്പോരം 1 ലക്ഷത്തിനുള്ള നമുക്ക് പൈസയോടെ വലിയ ആർത്തിയൊന്നുമില്ല. മാസം ഒരു 1 ലക്ഷം രൂപ സാലറി സമാധാനമായിട്ട് ജീവിക്കുക, അതാണ് നമ്മുടെ ഒരു സത്യത്തിൽ പ്രോപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വെച്ചത്. മാസം 1 ലക്ഷം രൂപ. മാസം 1 ലക്ഷം രൂപ. ശരി, കുഞ്ഞു 21 വയസ്സേ ഉള്ളൂ. 21 വയസ്സിൽ 1 ലക്ഷം രൂപ നിനക്ക് ഇത്തിരി അധികമാണ്. അത് കൂടുതലാണ്, അങ്ങനെ ഒന്നും പറയില്ല. വളരെ അധികമാണ്. പഠിക്കുന്ന പ്രായത്തിലേക്ക് 1 ലക്ഷം രൂപ ഉണ്ടാക്കണതൊക്കെ ഒത്തിരി അധികമാണ്. ഇതെന്റെ പാഷൻ അല്ലേ അണ്ണ? എന്റെ ആയിരുന്നല്ല അണ്ണ അത്. ഞാൻ അടിച്ചോളാം. വണ്ടിയല്ലോ ഉണ്ടോ നമ്മളെ? വണ്ടി ഉണ്ടല്ലോ. എന്നാ പോവാ, ഒരു ഫൈറ്റ് ഒക്കെ എടുക്കാം. നീ എന്താ ചാർജ് അല്ല? ഇല്ല
ഞാനില്ല, കുറച്ചുകൂടെ ലൂട്ടാവാനുണ്ട്. എന്നാ നീ ലൂട്ടി തട്ടോ, ഞങ്ങള് പോവാം. നീ ലൂട്ടൊക്കെ ചെയ്തിട്ട് പെരുക്കാം കേട്ടാ. ഇല്ല, നീ കൊന്നിട്ടെന്നാ ലൂട്ടാ. നീ വണ്ടി മാറടാ കണ്ണാപ്പി. അയ്യോ ഞാൻ ഡബ്ല്യു ഒക്കെ കേറി പോയതാ. എടാ എവിടെ കൂടെ പോയി? അയ്യോ ഞാൻ എന്താടാ കാണിക്കുന്നത്? ഞാൻ ഓടി വണ്ടി കയറി ഡബ്ല്യൂ അതാ ഞാനും അത് തന്നെയാണ് ചെയ്തത്. നിനക്കൊക്കെ എന്താണ് സ്ഥിരകാല ബോധം ഇല്ല നിനക്കൊന്നും? വണ്ടി ഞാനാണ് ഓട്ടിച്ചോണ്ടിരുന്നത് അതൊക്കെ. 1/2 കിലോമീറ്റർ പോയി. മറ്റവന് 2 സെക്കൻഡ് തിരിച്ചെങ്കിലും മനസ്സിലായി. ഓ എനിക്ക് തിരിച്ചൊരു കുറച്ചേനുണ്ടായി. വന്നേ അണ്ണാ. ഞാൻ പോച്ചിങ്ങിലോട്ട് വിട്ടാ ഇച്ചിരി ഫൈറ്റ് ഒക്കെ നമ്മൾ ഇച്ചിരി അഗ്രസീവ് പ്ലേ ആണ്. സ്ലോ പ്ലേ നമുക്ക് പറ്റത്തില്ല. അത് ബോബോയ് എന്താടാ അതിലേക്കൊക്കെ വയ്യേ? ചുമ്മാ കൊല്ലിക്കാനാണ് നാലാൾ അറിയണ്ടല്ലോ നമ്മളാ വരുന്നേന്ന്. എന്ത് പറഞ്ഞതാ? ഇവിടെ അലൂട്ടറാണ്. അവിടെ നിർത്തണം, അടിച്ചിട്ട് വാ. ഈ ഭാഗത്ത് അവിടെ ഉണ്ട്. കൈക്ക് പണി ഉണ്ടാക്കുമല്ലോ അവന്മാര്. എന്റെ ഫ്രണ്ടിലത്തെ ഹില്ലും വേറോസും അമ്പലമായിട്ടുണ്ടാവും. അല്ലെ താഴത്തെ ബിൽഡിങ്ങിലും ഉണ്ടാവും. വണ്ടി അല്ലേ, അത് ആന്റിനി ആയിരുന്നു. ആന്റിന് ആ ഓക്കെ. എടാ അണ്ണാ പാലം അങ്ങ് ബ്ലോക്ക് ചെയ്താലോ? ഒരുത്തനും അങ്ങോട്ട് വരണ്ട. എന്ത് പറയുന്ന? അത് കൊള്ളാല്ലേ അണ്ണാ പാലം ബ്ലോക്ക് ചെയ്യണം. എനിക്ക് അത് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. PUBG മൊബൈൽ കളിച്ചപ്പോ ഞാനും മൊബൈൽ കളിച്ചപ്പോഴാണ് പാലം ബ്ലോക്ക് ചെയ്യണം. അണ്ണ പാലം ബ്ലോക്ക് ചെയ്യണം. പ്ലീസ് അണ്ണ പ്ലീസ് അണ്ണ. ആഗ്രഹം കൊണ്ടല്ലേ അണ്ണ, ആഗ്രഹം കൊണ്ടല്ലേ അണ്ണ. പ്ലീസ് അണ്ണ. എന്താണ് അണ്ണ ഇങ്ങനെ? ഇനി വേണം പാലം ബ്ലോക്ക് ചെയ്യാൻ സോണോടെ. ആ ബിൽഡിംഗ് എടുക്കാം നമുക്ക്. പാലത്തിനടുത്ത ബിൽഡിംഗ് ഞാൻ എടുക്കും. ഞാൻ ഓടിക്കാം. അതിപ്പോ നമ്മളെ കേറ്. ആദ്യം ഇറങ്ങി. അതല്ല നീ ആദ്യം ഇറങ്ങുന്നത്, ഞാൻ ആദ്യം വണ്ടി കയറിയത്. പറ്റൂല. എന്നാ ഇവിടെ ഇരിക്കും. ഞാൻ പോവേ. ഇവിടെ റോഡിൽ നിർത്താം. അല്ലെ കേറ. അവിടം വരെ ഞാൻ ഓടിക്കാം. തിരിച്ചു നീ ഓടിച്ചോ. അവിടം വരെ അണ്ണന്റെ അടുത്ത് വരെ ഞാൻ ഓടിക്കാം. അണ്ണന്റെ അടുത്ത് വരെ ഞാൻ ഓടിക്കാം. അണ്ണന്റെ അടുത്ത് വരെ ഞാൻ ഓടിക്കത്തുള്ളൂ. ഇല്ല പറ്റത്തില്ല. അണ്ണന്റെ അടുത്ത് വരെ ഞാൻ ഓടിക്കാം. അണ്ണൻ അടി കിട്ടുന്ന വാദോ അണ്ണൻ നോക്കായി. വീട്ടിലാവുന്ന തമാശ കളിക്കും. എവിടെയാണ് അടിക്കുന്നേ? അവൻ മറ്റേ പാലത്തിന്റെ സൈഡിൽ നിന്നാണ്. ഇവിടെ ആളുണ്ട് നമ്മളെ ക്ലോസില്. വീട്ടിലെ ആളുണ്ട്. ഇവന്റെ ടീംമേറ്റ്സ് ആണ്. അതാണ് അത്രയും പെട്ടെന്ന് ഏറ്റവും മുകളിലോട്ട് വരുന്നത്. ഏറ്റവും മുകളിൽ വരും. കണ്ടി കയറി ഫ്രണ്ട് കയറി ഒരാളെന്നോടാ വണ്ടി എടുത്ത് ഇവനെ നോക്കിട്ടുണ്ടോ ഇവിടെ വീടിന്റെ? അവന് നല്ല ടാഗുണ്ട്. ഒരുത്ത ഇവിടെ രണ്ടുപേരുണ്ട്. ഒരു നോക്ക് ഇട്ടാ ഞാൻ ഇവിടെ കുത്തി. ഒരുത്ത ഈ വിൻഡോ ഉണ്ട്, ഒരുത്ത റൈറ്റ് ഉണ്ട്. വീണ്ടും ടാഗ്. രണ്ടുപേരും ലോ ആണ്. നിങ്ങൾ ഐഡിയസ് വെക്കോ, ഞാൻ കുത്തിക്കാം. ഞാൻ അണ്ണന്റെ അടുത്തോട്ട് വരട്ടെ അണ്ണാ. കിട്ടും അത് കീറി കിട്ടാനാ. പോണ്ട. മൂന്നാമത്തെ ബിൽഡിംഗിൽ മൂന്നാമത്തെ ആള്. മണ്ടത്തരം ബുഷല്ലടാ അതൊക്കെ. വാച്ച് സ്മോക്കൊന്നുമില്ലേ? നേരിടുന്ന റബലിനെ മേളിന്ന്
ഒരു നോക്ക്. നൈസ്. നൈസണ്ണാ. Nice അണ്ണൻ. അണ്ണാ അണ്ണാ അവിടെ തന്നെ നിന്നോ? ആ ടാക്കണേ, അവൻ ടാക്കണേ അണ്ണാ. ഇവിടെ ആളുണ്ട് അണ്ണാ, ഇവിടെ ആളുണ്ട്. മാർക്കിൽ ആളുണ്ട് ഇറക്കണ്ണ. അയ്യോ ചത്ത്. നോക്കാണ് അവൻ. അവൻ അത്രേ ഉള്ളൂ. എടാ ബോബേ പുഷ് എടാ, ചെയ്യടാ. രണ്ട് നോക്കുണ്ട്. പക്ഷെ ഞാൻ വെച്ച് വാസ്റ്ററിലും പുഷ് ചെയ്തു. ഇനി രണ്ടുപേരും ഉണ്ട്. എടാ എന്നെ റിവൈവ് ചെയ്യാൻ പറ്റും, ഇതിന്റെ അകത്താണ്. ബോബോയ് നേരെ അകത്തോ. അണ്ണാ സൂപ്പറാ. അത് എങ്ങനെയാണ്ണാ? വാസ്റ്ററിലുള്ള നോക്കല്ലേ, അവൻ എന്തായാലും റിവൈവ് ആക്കാൻ പറ്റൂല. അപ്പൊ സെറ്റികളധികം ഹോൾഡ് ചെയ്താൽ അതേ ഒന്ന് നമ്മളെ ഏതായാലും റിവൈവ് ഇട്ടില്ല. അയ്യോ കാണാ വീഴല്ലേ. അണ്ണാ താഴെ വരുന്നേ പിങ്കെ. ആ വാച്ച് ടവറിലുള്ളവനെ എടുത്താണ്ണാ. അങ്ങനെ എടുത്തോ. എടാ എടാ എന്റെ കാറിന്റെ വേറെ എവിടുന്ന് അടിച്ചടാ. അങ്ങനെ ഒന്ന് അടിയിട്ടേ ബോബെ, അങ്ങനെ ഒന്ന് അടിയിട്ടേ. സ്മോക്ക് ഇട്, എന്റെ അടുത്തോട് സ്മോക്ക് ഇട്. ആ നൈസ് ബോബെ. ഒരാൾ വാടാ ബോബോയ്. ഞാൻ വരാം. ദാ ഈ എന്റെ നേരെയുള്ള വിൻഡോയിൽ തന്നെ നോക്കിയിരിക്കുന്നു. എന്നെ അടിച്ചണ്ണാ. അതല്ലേ പറഞ്ഞേ. മേളിൽ രണ്ടുപേരുണ്ട്. മേളിലാടാ. രണ്ടുപേരുണ്ട് മേളില്. നൈസറാ ലാസ്റ്റ് മാൻ. പെട്ടെന്ന് അടിച്ചിട്ട് എന്നെ ഒന്ന് നോക്കണേ. അത്രേ ഉള്ളൂ അണ്ണാ. ഞാൻ വരാം. എന്നെ ഇവന്മാരെല്ലാം അടിച്ചേ. എന്നെ അല്ലല്ല അല്ല ഇവൻ തന്നെ ആണോ? ഒരുത്തൻ വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. പുറത്തുള്ളവർ അല്ലല്ല അണ്ണനെ വേറെ ആരും അടിച്ചത്. എനിക്ക് പാടി കിട്ടി. അല്ലെന്നാണ് വിശ്വാസം. അല്ലല്ല ഗ്യാസ് സ്റ്റേഷനിൽ ആണ് ഇവനാണ്. ഇല്ല ഇവൻ തന്നെ ഈസി ഇടങ്ങുന്നവനാണ്. അവനാണ് ഞാൻ നോക്കിട്ട. ഇപ്പൊ വേറെ എവിടുന്ന് എനിക്ക് അടി വന്നല്ലോ അണ്ണാ. ഗ്യാസ് സ്റ്റേഷൻ. ടൈമില്ലല്ലോ. സോൺ വരുന്നുണ്ട്. പെട്ടെന്ന് ലൂട്ട് ചെയ്യുന്നിട്ടൊന്നും വലിയ. ആ ബോബോയ് വടിയാളെ. എന്റെ ചിപ്പൊന്ന് എടുക്കണേ അണ്ണാ. ஹலோ காய்ஸ், என்ன பண்றீங்க? മാറോടെ കളിച്ചോണ്ടിരിക്കുന്നു. വിളയാടിട്ടിരിക്കാൻ കാച്ച്. யாராச்சும் ஒருத்தர் ஸ்ட்ரீம் போடுங்க. അണ്ണാ ഒന്ന് ലൂട്ടൊന്നും ആയില്ലല്ലോ. വണ്ടി ഉണ്ടോടാ ഞാൻ പറഞ്ഞു വരാം. കവറിൽ വന്നിട്ടുണ്ട് ഇങ്ങോട്ടൊന്ന്. അയ്യോ സോൺ 3 ആയിട്ടുള്ളൂ. സീനില്ല. സിപ്പ് എടുത്താണോ? സിപ്പ് ഇല്ലല്ല ചിപ്പെടുത്ത് കാര്യം കിട്ടാൻ ഒന്നുമില്ല. വണ്ടി ഓടിച്ചോണ്ട് யாராச்சும் ஒருத்தர் ஸ்ட்ரீம் பண்ணுங்களேன். പോട്ടെ ബസോരടി ഞാൻ തന്നെ വീഴും. എന്തൊക്കെ തരം മാർക്കറ്റിംഗ് അല്ലേ ഓരോ. സത്യം. ടെസ്റ്റിൽ മേളുണ്ടോ നോക്കിട്ടാ മലയാളത്തോട്. മല ഈ മേളത്ത് ഈ മാർക്ക് ക്ലിയർ ആ. എന്റെ എല്ലോ അവിടെ ആരും കാണുന്നില്ല. എല്ലോയില് കേറിയാൻ കടി കണ്ണാ. എല്ലാ അടിയും വരുന്നുണ്ട്. ഇറച്ചി കളിക്കണം. മേളത്ത് ഇറച്ചി കളിക്കാം. ഇവിടെ എത്തിയാണ് കൊടുക്കാൻ ഓക്കെ കേട്ടോ. പക്ഷെ താഴത്തെ വീട് എല്ലാം നോക്കി. സ്മോക്ക് ഒന്നും ഇല്ലല്ലോ. ഒരു സ്മോക്ക് തരുവാണ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇടത്തോലും ഇല്ല. പിന്നെ തന്നേക്കാന്നാലും ബേസ്മെന്റ് കീ ഉണ്ട് എനിക്ക്. ഇങ്ങോട്ട് ഞാൻ കുറച്ചേരം ഇങ്ങോട്ട് ഫൈറ്റ്. സ്മോക്ക് ഇട്ടടാ. എല്ലാ സൈഡിലും കിട്ടിയാ. അയ്യോ വീടാ. ഇത് എവിടെന്താടാ സ്മോക്കിനത്ര കാറിന് വേണ്ടിട്ട്. അവൻ ഹാക്കാണ്. അതാ ഞാൻ ചോദിച്ചേ. എന്നെ രണ്ടാമത് എന്നെ അടിച്ചിപ്പോ. അത് കഴിഞ്ഞു കണ്ണാപ്പിക്കും കിട്ടി. എടാ ഹാക്കറാടാ. അടുത്ത ഷോട്ട് കൊണ്ടാണ് ഹാക്ക് കൺഫേം. അവിടെ എന്തൊരു അവരാ തോന്നൊക്കെ മയില് ചുമ്മാ അടിക്കുന്ന നോക്കി കൂടി ഒരു വിലയില്ലേ.
ഇങ്ങനെയുള്ള കളിക്കുന്നതിനല്ലേ എണ്ണ ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ കളിക്കുന്നല്ലേ? എടാ അതെന്താ അടിയാണ് അടിച്ചത്? വിശ്വാസം കാരണം റാൻഡോ ഒന്നുമല്ല എന്തൊരു റാൻഡോ എനിക്കിത് ഹെഡാണ് കൊണ്ട് എനിക്കിത് ഹെഡാണ് കൊണ്ടത്. എനിക്ക് കിട്ടി, നിനക്ക് കിട്ടി, അവനെ ഫിനിഷ് ആക്കി, എന്നെ നോക്കിട്ട് പിന്നെ എന്നെ തണുക്കാൻ വെച്ചോ ഫ്രീസറി വെച്ചോ പെട്ടെന്ന് എടാ കൊച്ചിയുടെ സൈഡിൽ അടിയുണ്ട് പറ്റൂലല്ലേ. എടാ കണ്ണാപ്പി ഇങ്ങനെയൊക്കെ കിടന്ന പോച്ചിങ്ങിന്ന് അടി കിട്ടും വാണവേ. ஏதோ சாப்பிட்டுட்டே விளையாடுறான்டா. കോച്ച് അവൻ ഇങ്ങനെയാണ്. ഇവൻ ലൈവ് കളിക്കാൻ വരുന്നതാണെന്നാണ് കോച്ച് വിചാരിക്കുന്നത്. ബക്കറ്റ് പിടിക്കാൻ വരുന്നത്. മരത്തിലെ കണ്ടില്ല റിവലേത്? ഞാൻ കണ്ടില്ലായിരുന്നു ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല. ഞാൻ ശിവന്റെയാണ് പറഞ്ഞത് ചോദിച്ചു പെട്ടെന്ന്. വെരി പുവർ സ്പെക്ട് മിസ്റ്റർ ബോബോയ്. അച്ഛൻ സ്ട്രീമിംഗ് ആന്ന് പറഞ്ഞിട്ട് റെഡ് ബുള്ളൊക്കെ മേടിച്ചോണ്ട് തോന്നണേ. അത് പറഞ്ഞു മേടിപ്പിച്ചല്ലേ അണ്ണാ? ഓ പറഞ്ഞു മേടിപ്പിച്ച തന്നെ. ഓ എന്തൊക്കെ കാണണം. കാരണം നെക്സ്റ്റ് ഒരു 2v2 കളിക്ക് 2v2 ഒന്നല്ല ഇവിടെ നമ്മള് സീരിയസ് പുഷ് ചെയ്തോണ്ടിരിക്കുമ്പോ 2v2 ആ പിന്നെ കണ്ണാ പോയി ഫുഡ് കഴിക്കും. ഇവിടെ വീട്ടില് ചോറൊന്നുമില്ല. അയ്യോ ചോറില്ലാത്തോണ്ടാ. വെരി പുവർ ഡാമേജ്. കണ്ണാപ്പി ഇപ്പൊ നീ സ്റ്റിങ് കുടിക്കാണോ? സ്റ്റിങ് ഒക്കെ കുടിച്ചിട്ട് ഏകദേശം കൊറേ നാളായി. ഒരു 2 വർഷം എന്തോ തോന്നുന്നു. എനിക്ക് ലാസ്റ്റ് വില്ലയിലുള്ളപ്പോ എന്തോ സ്റ്റിങ് കുടിച്ചോണ്ടിരുന്നത്. അതല്ലേ വില്ലയില് അവസാനമൊക്കെ എപ്പോഴും നിർത്തി. വില്ലയില് അല്ലാണ്ട് സ്റ്റിങ് കുടിക്കുന്നത്. ഇപ്പൊ റെഡ് ബുള്ള് ഇപ്പൊ കുറച്ചുകൂടെ കൂടിയ സാധനങ്ങളാ. ഞാൻ അന്നും കുടിക്കാറില്ല, ഇന്നും കുടിക്കാറില്ല. അയ്യോ നീ കുടിക്കാറില്ലല്ലേ സ്റ്റിങ്? കുടിക്കുന്ന വേറെ സാധനമാണ്. അവൻ കുടിക്കുന്നത് സ്റ്റിങ്ങിലും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ ബിയർ. കുടിച്ചിട്ട് വരും രണ്ടും കൂടി പയ്യെ. അതൊക്കെ ഒരു കാലല്ലാണ്. വന്ന് വിഷമൊക്കെ പറഞ്ഞ അണ്ണന്റെ ലൈവൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയി ചായ കുടിച്ച് തിരിച്ചു വരുന്നത്. ലൈറ്ററിന്റെ ഒരു സൗണ്ട് അല്ലേ എന്തൊക്കെയാണ് ബ്രോ പറയുന്നേ? ഞാൻ എന്ത് ലൈവിലിരുന്ന് ലൈറ്ററും വെച്ച് സിഗരറ്റ് വലിക്കണ? ഞാൻ തോന്നിവാസം ഒന്ന് ലൈവ് എന്ന് പറയുന്നത് എന്താ പോയി എന്തൊക്കെ തര ആൾക്കാര്. തിരക്കണ്ണം റെഡ് കത്തിക്കുവോ? അത് അറിയില്ല. അതിപ്പോ അത് കത്തിക്ക് ബാത്റൂമിൽ ഒരുമിച്ച് കത്തിക്കും. ഇനിയും ചുമ്മാ വെയിറ്റ് ചെയ്യും. എക്സ്ട്രാ ടൈം പോയെന്നാണ് പറഞ്ഞത്. നൈറ്റ് ഷിഫ്റ്റ് എടുത്തൊന്നല്ല നിനക്ക് പൈസ അയച്ചിട്ട്. വാസണ്ണൻ ഇന്നേ വരെ എന്റെ ചാനലിലൊരു സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുള്ള അതൊരു ഹാർഡ് ബ്രോക്കൺ ആണ്. ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ടില്ല എനിക്ക്. അണ്ണാ 1 മണിക്കൂറായിട്ടാണ് എന്റെ ചാനൽ ഇതുവരെ സൂപ്പർ ചാറ്റ് ചെയ്തില്ലല്ലോ അണ്ണാ. 20 രൂപ ചെയ്യല്ലേ അത്? അണ്ണാ ചിക്കൻ അടിക്കേ ചെറുതായിട്ടാ ചിക്കൻ അടിച്ചാല് ചോമ്പ് എത്തിക്കാ. മറ്റേ അണ്ണനൊരു 20 ചെയ്ത് അണ്ണന് തന്നെ അതൊരു കുറച്ചിലാവൂലേ? അത് കുറച്ചിലായിരിക്കണം. ആരെങ്കിലും സ്ക്രീൻഷോട്ട് ഒക്കെ ഇട്ട് കളിയാക്കി മോശമായിരിക്കും. കുറഞ്ഞത് 2000 നോക്ക്. ആരെയിലൊക്കെ എടുത്ത് റിയാക്ട് ഒക്കെ ചെയ്ത് പിച്ചിക്കൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് മോശമായിരിക്കും. നമുക്കത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. നമ്മള് ചൂടൊക്കെ ആവും. ഒന്നും തരുന്നില്ല. സൂപ്പർ ചാറ്റ് ചെയ്താലല്ല ആൾക്കാർ റിയാക്ട് ചെയ്യുള്ളൂ. ചെയ്യാതിരിക്കാം. റിയാക്ഷനേ ഇല്ല. ഒരു സ്കോഡ് 2 സ്കോഡ് സീക്രട്ട് ഏജന്റിന് പൈസ കൊടുത്ത് വീഡിയോ ഇടിപ്പിക്കും.
എടാ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങാടാ, അപ്പുറത്തെ മഞ്ഞ മാർക്ക്. ആ തന്നോ വെച്ചോ തന്നോ. അയ്യോ മൊത്തം ആൾക്കാരാണല്ലേ. അയ്യോ ഞാൻ ഇപ്പത്തെ സൈഡായി പോയല്ലോ, ഞാനും പോയി. എടാ ഞാൻ നിന്റെ എടാ കമന്റ് മുമ്പിക്കൊണ്ടിരി സത്യാണ് ഇവനെയൊക്കെ അണ്ണാ അല്ല അണ്ണാ, അച്ഛൻ വന്ന് വിളിച്ചണ്ണ സമയത്ത്. ഞാൻ നേരെ മേളത്തെ റൂമിലോട്ടൊക്കെ ലാൻഡ് ആയിട്ടാ. വേറല്ലേ ഒരാളോട് വേറില്ല ഇവിടെ സൗണ്ട് കിടന്നത് ഇങ്ങനെ പോയതറിയാമേ. താങ്ക് യു അച്ഛാ. നല്ല സ്നേഹം കണ്ട അച്ഛനോട് സ്നേഹം വേണ്ടേ? അതെ 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 അതെ. സ്നേഹിക്കണം. നീ ഇങ്ങനെ സ്നേഹിച്ചോണ്ടാണ് ആ പുള്ളിക്ക് ഒരു ഇച്ചിരി അണ്ണ എന്നെ അടിക്കാൻ വരുന്നല്ലോ അണ്ണ ഇവൻ. നീ സ്നേഹിച്ച് സ്നേഹിച്ചാണ് അങ്ങേരിയില്ല നിലയിലെത്തുന്നത്. ഉറക്കമില്ലാണ്ടായ. ആളെ ഇരുന്നതാ. ഡാടാടാ നിന്റെ രോമത്തിൽ തുറന്ന് എന്റെ ശവത്തിൽ ചോട്ടണം. പെട്ടെന്ന് തന്നെ തുടങ്ങുമല്ലോടാ. അപ്പൊ എന്നെ പെട്ടെന്ന് തന്നെ അടിക്കുമല്ലോടാ. നീ എന്തുണ്ട് എന്റെ സ്ഥലത്തൊക്കെ വരുന്ന അണ്ണാപ്പി? എന്തൊക്കെ അളിയാ കാണിച്ചു കൂട്ടുന്നെ. ഒരുത്തന്റെ ശവത്തിൽ തൊട്ട് ഇനി മറ്റേ രോമം. ഓടി വാടാ ഓടി വാടാ ഓടി വാടാ. വെയിറ്റ് ചെയ്യടാ അളിയാ, വെയിറ്റ് ചെയ്യ. അങ്ങനല്ല, ഞാൻ മരിക്കാൻ നീ ചാവൂല, നീ വെയിറ്റ് ചെയ്യ്. ചത്തല്ലേ ഇത് നടക്കൂള, ഇത് വലിയ പാടാണ് ഇത് ഇവിടെ കൊണ്ട്. ഇതെന്നെ റീകോൾ ചെയ്ത സെറ്റ് ആണ് അണ്ണാ. തന്നെ ഉണ്ടല്ലോ റീകോൾ ഒരുപാട്. ഞാൻ സേഫ് ആണെന്നാ. വാച്ചോടാണ് ഏതാ സ്കോപ്പ് പീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. സ്കോപ്പ് ഒന്നും കയ്യിലില്ലാത്തോണ്ടാണ് പിന്മാറി. സ്കോപ്പ് വേണോടാ? ഉണ്ട് 600 സ്കോപ്പ് ഇട്ടു 6x കാർണാൻഡിയേറ്റാണ്. ആ പീക്ക് ചെയ്യുന്നു. വാച്ചോണ്ടന്റെ വിഷയൊരു ഷോട്ട് ആണ്. പിന്മാറി വീട്ടും കാർണേന്റെ കയ്യിൽ. കവർ ഇന്നായിരുന്നെങ്കിലേ അനൂപ് ബ്രോ താങ്ക് യു ഫോർ ദ 180 rupees ജീപേ. ഒരു ക്വാർട്ടർ ബ്രോ. മദ്യപാനം ഇല്ല ബ്രോ. അയ്യോ ഇന്നലെ കൂടെ അടിച്ചിപ്പിച്ച് ബോബോയ് പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എനിക്ക് പുറത്തോട്ട് വരും. ഇല്ല ഇടയ്ക്കുള്ള ഇടയ്ക്ക് അണ്ണ ഹൈവിന്റെ റോക്സൺ റോസിന്റെ ഒരു സൈഡ് പാർട്ണർ ഇപ്പൊ ഇവനാണ്. ഏതൊക്കെയായിരുന്നു തോക്ക്. ഞാൻ പിസ്റ്റലൊക്കെ വെച്ചൊരു നോക്ക് ഇട്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരണേ. എന്ത് ചെയ്യാനണ്ണ, ഞാൻ എന്ത് ചെയ്യണം? ആക്കില്ല കൊണ്ടുപോയി കുടിഞ്ഞു പോണേ കഴിവറ വെടിവെക്കുന്ന ബ്ലൂബെറി റാസ്ബെറി മതി ബ്രോ. എടാ എന്നെ വെടിവെച്ചിട്ട് അണ്ണ അടിയണ്ണ അതാ വരുന്നണ്ണ. അണ്ണടി ഇടിക്കല്ലേടാ ഗണ്ണെന്തിനുണ്ട് തന്നടാ. അയ്യോ അണ്ണ തോക്കൊന്നുമില്ലല്ലോ അണ്ണ. മെടി മാത്രമേ ഉള്ളൂ, തോക്കില്ല. വാസുണ്ണന്റെ സ്പെക്ടേറ്റിംഗ് മൂവ്മെന്റ്. വാസുണ്ണൻ ശ്രകണൻ ആര് വേണേലും നിങ്ങൾ പറഞ്ഞാൽ മതി. ഇൻസ്റ്റന്റ് റിപ്ലൈ. ഫുൾ സ്ട്രീമാണ് കേട്ടോ 4 പേരുടെ. ഇത് മാർക്കറ്റിംഗ് ആണല്ലോ. ബാക്കിയുള്ളവരെ പി അടിച്ച കൂടുതൽ വാച്ച് കിട്ടും. അയ്യോ എവിടെ ഇവിടെ ആളെ ഒന്ന് കേൾക്കാനും കാണാനും വയ്യ. അയ്യോ ആഷിക്കെന്ന് പറഞ്ഞതിന്റെ അടുത്ത് ചാറ്റില്ലേ ജർമ്മൻ കുന്നാന്ന് പറഞ്ഞിട്ട് സത്യം പറയല്ലേ, നിന്റെ പിന്നെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് പോകേണ്ട ഒരാവശ്യമില്ല. അണ്ണ ഇങ്ങോട്ട് വരുമോ? അണ്ണ വാസണ്ണ ഇങ്ങോട്ട് വാ. എടാ എന്ത് മെടിയോ എന്തെങ്കിലും താ. ഗണ്ണില്ല എന്റെ ഗണ്ണില്ല. മെടിയോ എന്തെങ്കിലും താ. വെടി എന്തേലും തരാ. വെഡിട്ട് മൈരെ പോയി ഇടത്. ഓ എടുത്താ അടിക്കുന്നണ്ണ അടിക്കുന്നല്ലോ അണ്ണ. അണ്ണ ഒന്ന് ഹോൾഡ് ചെയ്യാം, ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡില്. ഇത് നമുക്ക് അടുത്ത വട്ടം തൊട്ട് വല്ലല്ലോ മറ്റേ കായൽക്കരയിലല്ലോ ഇറങ്ങാം. ഈ എണ്ണാമണ്ണികളെ കൊണ്ട് നടക്കൂല ഈ ഡ്രോപ്പ് ഒന്നും. അതും അലപ്പ ഒന്ന് കേക്കാൻ പോലും പയ്യ. ഒരു പുണ്ടച്ചിയാണെങ്കിൽ മറ്റേ ബക്കറ്റ് വിരിവ് അതിന്റെ ഇടയ്ക്ക് വേറൊരു പുണ്ണ സ്പെക്ട് ചെയ്യുന്നത് ഞാൻ മാറി സ്പെക്ട് ചെയ്യാന്ന്. ഇതൊക്കെയാണ് എനിക്ക് കോള്. ചാടി അവനെ അടി. അണ്ണ എന്തേലും ചെയ്യണ. അണ്ണ എന്തേലും ചെയ്യ്. ഇങ്ങനെ പേടിച്ച് നിക്കല്ലേ.
അണ്ണ എന്തേലും ഒക്കെ ചെയ്യണ. ഗണ്ണില്ലടാ എന്റെ കയ്യില്. ഷോർട്ട് കട്ട് വെച്ചിട്ടൊക്കെ എന്തിനു ചെയ്യാറുണ്ട്? അടുത്ത ഒന്നല്ലേ ചെയ്യാൻ പറ്റൂ. സ്വന്തം ടീമിനൊക്കെ അടിച്ചിട്ടോ അല്ലല്ല വേറെ ടീമായിരുന്നു മറപ്പി. കണ്ണാപ്പി നീ എന്തിനാണ് കാണിക്കുന്നത്? കണ്ണാപ്പി ആ കഥവ് നോക്കിയാണ് അവന്റെ കഥവിൽ ഒട്ടി അവന്റെ തല അവിടെ പെടലി ഉളുക്ക് നിന്റെ. നീ ആദ്യം നീ ആ വേറെ ആംഗിളിലും പോയി നോക്ക്. ആംഗിളും കിട്ടി. അണ്ണ എന്തൊക്കെയാ അണ്ണ കാണിച്ചു കിട്ടുന്നേ? എടാ നീ ഇവിടെ നിന്ന് TPP എടുത്ത് നോക്കാതെ അവ എവിടെയാണെന്ന് നോക്കുക. എടാ എടാ ചാവടാ. ഒന്നും ചെയ്തില്ല. എടാ കണ്ണാപ്പി നീ നേരെ വന്നിട്ട് ഇവിടെ ലെഫ്റ്റ് എടുത്തിട്ട് ആ റൂമിന്റെ അകത്തൊന്ന് TPP എടുത്ത് നീ നോക്ക്. എന്താ മറ്റേ ജേക്കബിന്റെ സ്വർഗരാജത്തിലെ ഡയലോഗ് പറയണ? ഞാനൊന്നും ചെയ്തില്ല. ഞാനല്ലേ ഞാൻ ഒന്നും ചെയ്തില്ല. വാടൊക്കെ ക്യാമ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇതിന് പറഞ്ഞിട്ടുള്ള പണിയല്ല. എടാ എന്റെ ഒരു ഗണ്ണ് തന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകാനാണ്. ഇത് എവിടെ പോവാനാ? ഇത് നോക്കത്തില്ലല്ലോ. കണ്ണാപ്പി വാ, ഒരുമിച്ച് ഇറങ്ങാം. വാ 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 എന്റെ കൂടെ വാ. ചാവട്ടെ വാ. എന്റെ ആള് വെയിറ്റ് ചെയ്യ്. ഞാൻ ഇവിടെ നോക്കിട്ട് നമുക്ക് മേലോട്ട് പുഷ് ചെയ്യാം. വെയിറ്റ് ഞാൻ അവിടെ നോക്കിടാവേ. കണ്ണാപ്പി നോക്കട്ടെ. അടി പിന്നെ ചില്ലറ കളിയാണോ ഇത്? എന്തിനാണ് അവിടെ സ്കോപ്പ് ചെയ്യുന്നേ? മതലിൽ ആരെങ്കിലും വരുവോ? എടാ തറയിലുണ്ടാ. അടുത്ത കളി തുടങ്ങാം. പറി അരമണിക്കൂറായി ഞാൻ അവിടെ ഒന്ന് പോവാ, താഴോട്ട് പോവാ എന്തേലും ചെയ്യാന്ന് പറഞ്ഞ് വിളിക്കണേ. എന്തേലും വേണ്ടാ ചെയ്യാൻ. നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കണേ ഞാൻ വെളിയിലോട്ട് പോവാൻ. ഭയങ്കര മോശം കേട്ടോ. ബിരി പൊട്ടി ആയപ്പോ ഇല്ല, ഞാൻ ഇറങ്ങി വരൂല്ലേ. നമുക്ക് ബോബോ എന്നാൽ ബിഗിനർ ഉള്ളതാണ്. ഇപ്പൊ നമുക്ക് റൊസോക്ക് പറ്റൂല. ചെറിയ ചെറിയ സ്ഥലത്ത് ഇറങ്ങാണ്. എന്നിട്ട് കൊച്ചു സ്ഥലത്ത് ഇറങ്ങാം. അത് നല്ലതാണ്. എന്റെ അടുത്തോട്ടൊന്ന് വാന്ന്. അപ്പൊ ഞാൻ അണ്ണന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അണ്ണൻ കണ്ടില്ലേ? ഞാൻ കണ്ടാണല്ലോ തുടക്കം തൊട്ട് അവസരം വിളിച്ചപ്പോ നീ അല്ലേ പറഞ്ഞത് വെളിയിലോട്ട് ഞാനൊരു നോക്ക് ഇട്ട് തരാം. ഷോട്ട് ഗണ്ണ് പിടിച്ചിരിക്കുക. അണ്ണന്റെ അത് കണ്ണില്ലായിരുന്നു. അത് വെച്ച് ഇറങ്ങായിരുന്നല്ലേ നമുക്ക്. എനിക്ക് ഇങ്ങനെയുള്ള ടീമിന്റെ നമ്മൾ ഈ 4 പേരോട് 24 ഇടണം അല്ലാണ്? അയ്യോ എനിക്ക് താല്പര്യമില്ലടാ. ബോബോയ് കുണ്ണക്കോട്ട് ഒരു ദിവസം 24 ഇട്ടിട്ട് ഇവന് മറ്റേ ഇതില്ലാതായി പോയതാണ്. ഓ പിച്ച് ലാസ്റ്റ് പിച്ചുമ്പോ ഇവനെല്ലാരും കളിച്ചത്. സൈഡേ കണ്ണാപ്പി നീ പറയണേ, നീ പൊതക്കെ ഇരിച്ചിട്ടാണ് കസേര ഇരുന്നത്. പൊതപ്പൊക്കെ വിരിച്ച് നീ അവര് ശേഷിയില്ലാതായി പോയടാ. അവര് കഴിക്കാനൊന്നും കൈ പൊങ്ങൂല്ലായിരുന്നു 2 ദിവസം. 2 ദിവസം വിവരമില്ലായിരുന്നു. 2 ദിവസം ഞാൻ കോമയിലായിരുന്നു. അണ്ണ അത് കഴിഞ്ഞിട്ടുള്ള സീമെല്ലാം അറിഞ്ഞ അണ്ണൻ വലിയ പ്രശ്നമായി വീട്ടില്. ഒരു ദിവസം ഞാൻ എണീറ്റേ ഇല്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്ന, പറ്റുന്ന പണിക്ക് പോയാ പോലെ പിന്നെ അവരുടെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ അവര്? പിന്നെ റൂമിൽ കയറ്റിയിട്ടില്ല എന്നെ 2 ദിവസം ഗെയിം കളിക്കണ്ടെന്നൊക്കെ പറഞ്ഞ. ഇത് ചിക്കൻ അടിക്കണം. ഇത് പിന്നെ ചിക്കൻ അല്ലേ? ചിക്കൻ അടിച്ചാ ഈ ഡ്രോപ്പിൽ ഇറങ്ങിക്കോടാ നിങ്ങള്. റോബിലെ ഈ വേറെ ഞാനിവിടെ ഇറങ്ങി വരാം. അല്ലെ ഈ മണ്ടന്മാര് ഇല്ല ചിക്കൻ അടിച്ച 5000 ജീപ്പേ ഉണ്ട്. കമന്റ് ഉണ്ടല്ലോ.
10,000 ഇത് ഒരാൾ ചിക്കൻ അടിച്ച് 5000 GP എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. എനിക്ക് 10,000 ആണല്ലോടാ. എനിക്ക് അപ്പൊ ഞാൻ 15,000. കമന്റ് ഇല്ല ഞാൻ കമന്റ് കണ്ടില്ല. എന്റെ 10,000 2,500 അണ്ണനും അണ്ണൻ എന്റെ 5000 അണ്ണൻ 2500 ചെറുക്കൻ്റെ 2500. നീയൊക്കെ തന്നിട്ട് അത് കിട്ടിയാ മതി. ജീവിതത്തിൽ 10 രൂപ. അണ്ണാ ഞാൻ ഒരു ദിവസം എല്ലാവരുടെ ചാറ്റ് വന്നിട്ട് ചോമ്പങ്ങ് അടിക്കുകണ്ണ. അതായത് എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്തണ്ണ. അതിനാദ്യം കണ്ണാപ്പി നിനക്ക് ഇപ്പൊ ഈ മാസം കിട്ടിയ പൈസ വെച്ച് നിനക്ക് അച്ഛന്റെ മാല എടുക്കണ്ടേ? അത് കഴിഞ്ഞ മാസം കിട്ടിയ പൈസ വെച്ച് ഈ മാസം ഇപ്പൊ കിട്ടും. പക്ഷെ മാല എടുത്തിട്ട് ആരും വരവുണ്ടല്ലോ. റീലൊക്കെ ഇടും ഞാൻ. അണ്ണൻ ലൈക്കൊക്കെ ഷെയറൊക്കെ ചെയ്യണേ. കണ്ണാപ്പി റീൽ ഇട്ട ഞാൻ ലൈവ് ഇട്ട അവരാധിക്കുക നിന്നെ. ഒരു സംശയമില്ല. ഞാൻ അപ്പൊ തന്നെ ലൈവ് വരും. നീ റീൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ ലൈവ് വന്നിട്ട് ഞാൻ കേരള ജനതയോട് സത്യം വിളിച്ചു പറയും. പണയ പണ്ടം എടുത്തിട്ട് മാസം അവൻ വെച്ച പണയം മാല മേടിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ലൈവ് ഇത് പറയാനുള്ള ഇവനൊക്കെ അങ്ങനെ ഇട്ട് കളയും. ഇവനൊക്കെ അങ്ങനെ ഇട്ട് ഉറപ്പാണ്. പറയടാ. 1 മണിക്കൂർ മുന്നേ നമ്മള് പബ്ജി കളിച്ചായിരുന്നു SRKയുടെ കൂടെ. അതിപ്പോ റീൽസ് ആയി വെട്ടിക്കേറ്റി നമ്മളെ കേറ്റി SRK. അണ്ണ SRK കിടിലൻ കളി കളിച്ചെന്ന് പറഞ്ഞാണ്. എന്തൊക്കെ കാണണമെന്നറിയാം ഇപ്പം. വെട്ടിക്കേറ്റി നമ്മള്. അവൻ കളിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരു നല്ല കളി കളിച്ചിട്ടില്ല. ഞാൻ കേടപേക്ഷിച്ചിട്ടവരും കളിച്ചിട്ടില്ല ഇതുവരെ. അതെ SRK നൈസ്. അതാണ് അത് മാത്രം സമ്മതിക്കണമായിരുന്നു. അത് കൊള്ളായിരുന്നു. കിടന്ന കളിയായിരുന്നാ വേറെ കാര്യം. പക്ഷേ സൂപ്പർ ലക്കൊക്കെ വരുമല്ലോടാ. ലക്കിനൊക്കെ അടിച്ചായിരിക്കും. തൂർമ തീട്ട കൊണ്ട് ആറാട്ട്. അതെ നമ്മളൊന്നും ക്ലിപ്പ് ഇടാത്ത എന്താണ് അണ്ണാ നമ്മൾ ഈ 5M ക്ലിപ്പ് എടുത്തിട്ടും ഇതിന് ക്ലിപ്പ് എടുത്തിട്ട് നമ്മള് ക്ലിപ്പ് ഇടാത്ത എന്താ? കാരണം അതിന്റെ ആവശ്യമില്ല. അതൊക്കെ ഒരു ഫ്ലെക്സ് ആയിട്ട് നമുക്ക് അങ്ങനെ നോക്കിയ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിൽ നിന്റെ 5M ക്ലിപ്പ് നോക്കിയ എല്ലാം കൂടെ ഈ ലാസ്റ്റ് MG3 വാറിന് കിട്ടിയ 2 പിക്ക് കൂടെ ചേർത്ത് 5 കില്ല് കാണും. ഇറക്കിയിട്ടില്ല. വാറ ഇറക്കത്തില്ലല്ലോ. ഞാൻ കളിക്കാറില്ലല്ലോ അതുകൊണ്ടല്ലേ അണ്ണാ. നിന്നെ ഇറക്കാറില്ലല്ലോടാ. അതെങ്ങനെ പറഞ്ഞു? എമർജൻസി കവർ എന്താ സാധനം? എമർജൻസി കവർ എമർജൻസി പിക്കപ്പ് അത് മറ്റേ പറന്നു കവർ മറ്റേ ഫ്ലെയർ പോലെ ഒരു സാധനം എടുത്തിട്ട് ഓ മറ്റേ 2 കല്ല് പോലെ 2 സാധനം വന്ന് വീഴുന്നത് അതാണോ? ലൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും അത് പറ. അന്തേരി SRK ഈസ് ലൈവ്. അത് നീയാണടാ. അതിൽ PC ഗെയിമിംഗ് വേണ്ടി ഒരു പുള്ളി ഉണ്ട്. ആ പുള്ളിയുടെ തമിഴ പേരാ SRK. ആണല്ലേ? ഓക്കെ. അന്തേരി SRK ഈസ് ലൈവ്. നോട്ടിഫിക്കേഷൻ അണ്ണ ഇച്ചിരി വിഷമത്തിലൊക്കെയാണ്. സാമ്പിള് വാസ്തു സരക്കും എല്ലാം വാസ്തു സരക്ക് കണ്ണാപ്പി എല്ലാരും ഉണ്ട്. സരക്കണ്ണന് പൈസക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കും. അപ്പൊ എന്തേലും പറ്റുന്ന നിങ്ങൾ ചെയ്യണം. എന്റെ പേര് പറഞ്ഞ വാസുണ്ണും ഇച്ചിരി ടൈറ്റ് ആണ്. എന്റെ ജീപ്പ് വാസുണ്ണന് വേണ്ടിയുള്ള കണ്ണാപ്പിയുടെ ഇട്ടോ സരക്കിന് വേണ്ടിയുള്ളത് നിങ്ങൾക്ക് ഇടാതെ കിട്ടോ തീരൊന്നുമില്ല. ഇത് ഒരുപാട് നാളെ പോകൂല കേട്ടോ. അണ്ണാ ഞങ്ങൾക്ക് നിങ്ങളെ വിൽക്കാൻ തോന്നുന്നുണ്ടോ ഇപ്പൊ? അത് പറയല്ലേ ഓൾറെഡി വിറ്റ്. എന്നൊക്കെ എന്നേ വിറ്റ്. അങ്ങനെയൊക്കെ പറയല്ലോ. വിഷമമുണ്ട് എനിക്ക്. ഇനിയിപ്പോ നാളെ മറ്റേ ലൈവില് നിന്നെപ്പോ പറഞ്ഞവനൊക്കെ എന്റെ ഒക്കെ ഇരുന്ന് അവരാതും പറയാം. നോക്കിയോ നീയൊക്കെ കൂട്ടിരിക്കുന്നെന്നും പറഞ്ഞു. നോക്കിയോ അതും കേൾക്കേണ്ടി വരും. കേട്ടോടാ പറഞ്ഞത് പോയേ. ശരിയല്ലേടാ അത്. നീ കേട്ടോടാ പറഞ്ഞത്. അവൻ തിരിച്ചറിവെങ്കിലുണ്ട് പോയിക്ക്. ആ 6x സ്കോപ്പ് ഉണ്ടാ? എനിക്ക് 3x എടുക്കല്ലേ ആരും. പിന്നെ ആദ്യം വരുന്നവൻ എടുക്കണം. എടുക്കല്ലേ അങ്ങനൊന്നുമില്ല. ആദ്യം വരുന്ന ആൾക്കാണ് 6x. ഇതെന്ത് ബുക്ക് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. എടാ ചോദിച്ചെന്ന് ഇതെന്ത് ബുക്ക് ചെയ്താലും പറ്റത്തില്ലല്ലോ. കളിച്ച് മോഞ്ചിട്ട് അതല്ല കഴിഞ്ഞിട്ട്
നീ കാറിനിരുതാ പാസ്സാകില്ലേ? നീ ഉണ്ടതാ തോക്കണ്ടല്ലോ. അണ്ണാ അത് എത്ര 2 മില്യൺ എന്തോ അടിച്ചണ്ണ അത്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു 24 ഇട്ടാലോ? അണ്ണാ നമുക്ക് എല്ലാവർക്കും കൂടെ 24 ഇട്ടാലോ അണ്ണാ? അപ്പൊ കണ്ണാപ്പി ബോബായി സ്ട്രീം ഇടണം, ഞങ്ങൾ ആരെങ്കിലും ഇട്ടോളാം. അതെങ്ങനെ? അത് മതി അണ്ണാ, അത് മതി. അത് എന്നാലും കുഴപ്പമില്ല. അല്ലെ നീയൊക്കെ പിരിക്കും. അണ്ണ എന്താണ് അണ്ണനോട് ഇങ്ങനെ പിരിവെന്നല്ലേ? അണ്ണ ഒരു ഗോൾ അടിച്ചേ. അതുപോലെ അവിടെ ഒരു കാറിനിട്ട് വല്ലതും ഉണ്ടോ? ബാക്കിയെല്ലാം കിട്ടി. അണ്ണാ പബ്ജി ഒന്ന് സെറ്റായി അണ്ണ എല്ലാം. ഞാൻ ഇപ്പൊ 2-3-4 ദിവസം കളിക്കാൻ കിട്ടി. ഞങ്ങളൊക്കെ പ്രാക്ടീസ് ആണ് ലൈനിലിരുന്ന്. പബ്ജിയും ഫൈനൽസും മിക്കവാറും ഉടനെ ഒരു യൂറോപ്യൻ ലീഗ് ഒക്കെ കാണാം, പ്രതീക്ഷിക്കാം. അവര് ടൂർണമെന്റ് നടത്തുന്നില്ലല്ലോ, പിന്നെ നീ എങ്ങനെയാണ് യൂറോപ്യൻ ലീഗ് കളിക്കുന്നത്? അല്ലേ പറഞ്ഞല്ലോ, ഉടനെ നടത്തുന്നുണ്ട്. കുറച്ച് പ്ലേയേഴ്സിന് ആവശ്യമുണ്ടെന്നാ പറഞ്ഞേ. എന്തായിരുന്നു കോച്ചിന്? കോച്ചിന്റെ സൈഡ് ടീമിന് 2 പ്ലേയേഴ്സിനാണെന്ന്. അത് അങ്ങനെയാണ് ഞാൻ നീ പറഞ്ഞല്ലോ ഇപ്പം. അതെ അവരെ ഓൺ സ്റ്റേജ് പോകുന്ന സമയത്ത് വടയും ചായയൊക്കെ എടുത്തു കൊടുക്കാൻ 2-3 പേര് വേണം. വിയർക്കുമ്പോ തുടച്ചു കൊടുക്കണം. അതൊക്കെ കോച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു, വിയർക്കുമ്പോ തുടച്ചു കൊടുക്കണം. എന്തുകൊണ്ട് നിങ്ങൾ 2 പേരും ആപ്റ്റാണ് അതിന്? ഒരു 1 ലക്ഷം രൂപ മാസം സാലറി ഇട്ടോടെ ഞാൻ റെഡി. ഞാൻ റെഡി. കുറഞ്ഞ 1 ലക്ഷം രൂപ മതിയാണ്. അതിക്കുള്ള ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിലയില്ല 1 ലക്ഷം രൂപ വെറുതെ ഒക്കെ തരാൻ. 1 ലക്ഷം രൂപ മതിയാണ്. അതിക്കുള്ള നമുക്ക് വേണ്ട. അതിക്കുള്ള ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഇതിപ്പോരം 1 ലക്ഷത്തിനുള്ള നമുക്ക് പൈസയോടെ വലിയ ആർത്തിയൊന്നുമില്ല. മാസം ഒരു 1 ലക്ഷം രൂപ സാലറി സമാധാനമായിട്ട് ജീവിക്കുക, അതാണ് നമ്മുടെ ഒരു സത്യത്തിൽ പ്രോപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വെച്ചത്. മാസം 1 ലക്ഷം രൂപ. മാസം 1 ലക്ഷം രൂപ. ശരി, കുഞ്ഞുവിന് 21 വയസ്സേ ഉള്ളൂ. 21 വയസ്സിൽ 1 ലക്ഷം രൂപ നിനക്ക് ഇത്തിരി അധികമാണ്, കൂടുതലാണ്. അങ്ങനെ ഒന്നും പറയില്ല, വളരെ അധികമാണ്. പഠിക്കുന്ന പ്രായത്തിലേക്ക് 1 ലക്ഷം രൂപ ഉണ്ടാക്കണമെന്നൊക്കെ ഒത്തിരി അധികമാണ്. ഇതെന്റെ പാഷൻ അല്ലേ അണ്ണ? എന്റെ ആയിരുന്നല്ല അണ്ണ അത്. ഞാൻ അടിച്ചോളാം. വണ്ടിയല്ലോ ഉണ്ടോ അപ്പളേക്ക്? വണ്ടി ഉണ്ടല്ലോ. എന്നാ പോവാ, ഒരു ഫൈറ്റ് ഒക്കെ എടുക്കാം. നീ എന്താ പറഞ്ഞ ചാർജ് അല്ല? ഇല്ല ഞാനില്ല, കുറച്ചുകൂടെ ലൂട്ടാവാനുണ്ട്. എന്നാ നീ ലൂട്ടി തട്ടോ, ഞങ്ങള് പോവാം. നീ ലൂട്ടൊക്കെ ചെയ്തിട്ട് പെരുക്കാം കേട്ടാ. ഇല്ല നീ കൊന്നിട്ടെന്നാ ലൂട്ടാ. നീ വണ്ടി മാറടാ കണ്ണാപ്പി. അയ്യോ ഞാൻ W ഒക്കെ ഇപ്പം കേറി പോയതാ. എവിടെ പോടാ പോയി? അയ്യോ ഞാൻ ഓടി വണ്ടി കയറി ഞാനും അത് തന്നെയാണ് ചെയ്തത്. നിനക്കൊക്കെ എന്താണ് സ്ഥിരകാല ബോധം ഇല്ല നിനക്കൊന്നും? വണ്ടി ഓട്ടിച്ചോണ്ടിരുന്നത് അതൊക്കെ 1/2 കിലോമീറ്റർ പോയി. തിരിച്ചെങ്കിലും മനസ്സിലായി. ഓ എനിക്ക് തിരിച്ചൊരു കുറച്ചേരുണ്ടായി. പോച്ചിങ്ങിലോട്ട് വിട്ടാ ഇച്ചിരി ഫൈറ്റ് ഒക്കെ നമുക്ക് ഇച്ചിരി നമ്മൾ അഗ്രസീവ് പ്ലേ ആണ്. സ്ലോ പ്ലേ നമുക്ക് പറ്റത്തില്ല. കൊല്ലിക്കാനാണ് 4 ആൾ അറിയണ്ടല്ലോ നമ്മളാ വരുന്നേന്ന്. എന്ത് പറയുന്നതാ? ഇവിടെ അലൂട്ടടാണ്. അവിടെ നിർത്തണം, അടിച്ചിട്ട് വാ. ഈ ഭാഗത്ത് അവിടെ ഉണ്ട്. കൈക്ക് പണി ഉണ്ടാക്കുമല്ലോ ഇവന്മാര്. എന്റെ ഫ്രണ്ടിലത്തെ ഹില്ലും വേറോസും അമ്പലമായിട്ടുണ്ടാവും. അല്ല താഴത്തെ ബിൽഡിങ്ങിലും വണ്ടി അത് ആന്റിനി ആയിരുന്നു. ആന്റിന് എടാ അണ്ണാ പാലം അങ്ങ് ബ്ലോക്ക് ചെയ്താലോ? ഒരുത്തനും അങ്ങോട്ട് വരണ്ട. എന്ത് പറയുന്ന അത് കൊള്ളാല്ലേ അണ്ണാ? പാലം ബ്ലോക്ക് ചെയ്യണം. എനിക്ക് അത് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. PUBG മൊബൈൽ കളിച്ചപ്പോ ഞാനും മൊബൈൽ കളിച്ചപ്പോഴാണ് പാലം ബ്ലോക്ക് ചെയ്യണം. അണ്ണ പാലം ബ്ലോക്ക് ചെയ്യണം. പ്ലീസ് അണ്ണ പ്ലീസ് അണ്ണ. ആഗ്രഹം കൊണ്ടല്ലേ അണ്ണ, ആഗ്രഹം കൊണ്ടല്ലേ അണ്ണ. പ്ലീസ് അണ്ണ. എന്താണ് അണ്ണ ഇങ്ങനെ? ഇനി വേണം പാലം ബ്ലോക്ക് ചെയ്യാൻ സോണോടെ. ആ ബിൽഡിംഗ് എടുക്കാം. നമുക്ക് പാലത്തിനടുത്ത ബിൽഡിംഗ്.
ഞാൻ എടുക്കും ഞാൻ അടിക്കും ഞാൻ ഓടിക്കാം ഞാൻ അതിപ്പോ നമ്മളെ കേറ് ഞാനല്ല ആദ്യം ഇറങ്ങി എടാ അതല്ല നീ ആദ്യം ഇറങ്ങുന്നത് ഞാനല്ലേ ആദ്യം വണ്ടി കയറിയത് പറ്റൂല എന്നാ ഇവിടെ ഇരിക്കും ഞാൻ പോവേ ഇവിടെ റെഡ്ജിൽ നിർത്താം റെഡ്ജിൽ നിർത്താം എടാ കേറാ അല്ലെ കേറ അവിടം വരെ ഞാൻ ഓടിക്കാം തിരിച്ച് നീ ഓടിച്ചോ അവിടം വരെ ഞാൻ അണ്ണന്റെ അടുത്ത് വരെ ഞാൻ ഓടിക്കാം അണ്ണന്റെ അടുത്ത് വരെ ഞാൻ ഓടിക്കാം അണ്ണന്റെ അടുത്ത് വരെ ഞാൻ ഓടിക്കത്തുള്ളൂ ഇല്ല പറ്റത്തില്ല അണ്ണന്റെ അടുത്ത് വരെ ഞാൻ ഓടിക്കാം ആളുണ്ടെന്ന് അണ്ണൻ അടി കിട്ടുന്ന വാ അതോ അണ്ണൻ നോക്കായി വീട്ടിലാവുന്ന ചുമ്മാ തമാശ കളിക്കും എവിടെയാണ് ആള് വീട്ടിലാവുന്ന പിന്നെ ഇപ്പൊ അടിക്കൂല്ല ഇപ്പൊ കൊടുക്കും എവിടുന്നാ അടിക്കുന്നേ അവൻ മറ്റേ പാലത്തിന്റെ സൈഡിൽ നിന്നാണ് ഇവിടെ ആളുണ്ട് നമ്മളെ ക്ലോസിൽ വീട്ടിലെ ആളുണ്ട് എനിക്കൊന്നത് ഇവന്റെ ടീംമേറ്റ്സ് ആണ് കാരണം അതാണ് അത്രയും പെട്ടെന്ന് അവന് ഇൻഫോ കിട്ടും ക്രൗച്ച് ചെയ്യണ സ്വിച്ച് എവിടെ ഒരുത്ത പാരച്ചൂട്ടി ഓപ്പണില്ലതാ റോഡി ഇവിടെ കയറി ഓപ്പണിങ് ഓടി കയറി ഓടി കയറി ഇങ്ങോട്ട് നമ്മളെ ഈ പച്ചയറ മാർക്കിട്ടേക്കുന്ന കളിക്കാൻ ഏറ്റവും മുകളിലോട്ട് വരുന്നത് ഏറ്റവും മുകളിൽ വരും പറട്ടവൻ വരുന്നതാ അവനില്ലെണ്ണ 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 കണ്ടി കയറി എന്റെ ഫ്രണ്ട് കയറി താഴെച്ചാടി വാണ ഒരാളെന്നോടാ അണ്ണാ ബാക്കി നേരെ വണ്ടി എടുത്ത് ഞാൻ കുത്തിക്കാം എടാ അതോ പീക്കുന്നടി ഈകളേതാ ഇവനെ നോക്കിട്ടാ ഇവിടെ വീവിന്റെ അവന് നല്ല ടാഗ് ഉണ്ട് അമ്മോ ഒരുത്ത ഇവിടെ രണ്ടുപേരുണ്ട് അവൻ എന്നെ അങ്ങ് ഒരു നോക്കിട്ടാ ഞാൻ ഇവിടെ കുത്തി കളിച്ച് ഒരുത്ത ഈ വിൻഡോ ഉണ്ട് ഒരുത്ത റൈറ്റ് ഉണ്ട് വീണ്ടും ടാഗ് ഒറ്റയ്ക്ക് വാടാ രണ്ടും ലോ ആണ് നിങ്ങൾ ഐഡിയസ് വെക്കോ ഞാൻ കുത്തിക്കാം ഓ ADS ഉണ്ടാണ് വിട്ടാ ഒരുത്ത വാച്ച് ടവറിലാണ് അവൻ വന്നേ നൈസായിട്ട് വന്നേ എടുത്തേ ഞാൻ അണ്ണന്റെ അടുത്തോട്ട് വരട്ടെ അണ്ണാ കിട്ടും അത് കീറി കിട്ടാനാ പോണ്ട എടാ മൂന്നാമത്തെ ആളെത്തി അവിടെ ബിൽഡിംഗിൽ മൂന്നാമത്തെ ആള് പോലെ റിബലെ വെയിറ്റ് മണ്ടത്തരം ബുഷല്ലടാ അതൊക്കെ വാച്ച് സ്മോക്കൊന്നുമില്ലേ നേരിടുന്നേ റിബലിനെ അവൻ മേളിൽ നിന്ന് നൈസണ്ണാ അവിടെ തന്നെ നിന്നോ ടാക്കണേ അവൻ ടാക്കണേ അണ്ണാ ഇവിടെ ആളുടെ മാർക്കിൽ ആളുടെ ഇറക്കണ്ണ അയ്യോ ചത്ത് നോക്കാണ് രണ്ട് നോക്കുണ്ട് പക്ഷെ ഞാൻ വാസ്റ്ററിലും പുഷ് ചെയ്തു ഇനി രണ്ടുപേരും ഉണ്ട് എടാ എന്നെ റിവൈവ് ചെയ്യാൻ പറ്റും ഇതിന്റെ അകത്താണ് ബോബോയ് നേരെ അകത്തോ സൂപ്പറാ എങ്ങനെയാണ വാസ്റ്ററിലുള്ള നോക്കല്ലേ അവൻ എന്തായാലും റിവൈവ് ആക്കാൻ പറ്റൂല അപ്പൊ സെറ്റികളധികമാണ് ഹോൾഡ് ചെയ്തത് അതേ ഒന്ന് നമ്മളെ ഏതായാലും റിവൈവ് ഇട്ടില്ല അയ്യോ കാണാ വീഴല്ലേ താഴെ വരുന്നേ പിങ്കെ ആ വാച്ച് ടവറിലുള്ളവനെ എടുത്താണ്ടാ കാറിന് വേറെ ഇവിടുന്ന് അടിച്ചടാ അങ്ങനെ ഒന്ന് അടിയിട്ടേ ബോബെ അങ്ങനെ ഒന്ന് അടിയിട്ടേ സ്മോക്ക് എന്റെ അടുത്തോട് സ്മോക്ക് ആ നൈസ് ബോബെ ഒരാൾ വാടാ ബോബോയ് ഞാൻ വരാം ഈ എന്റെ നേരെയുള്ള വിൻഡോയിൽ തന്നെ നോക്കിയിരിക്കുന്നു എന്നെ അടിച്ചണ്ണാ മേളിൽ രണ്ടുപേരുണ്ട് മേളില് നൈസറാ ലാസ്റ്റ് മാൻ പെട്ടെന്ന് അടിച്ചിട്ട് എന്നെ ഒന്ന് പൊക്കണേ എന്നെ ഇവന്മാരെല്ലാം അടിച്ചേ എന്നെ ഒരുത്ത വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു അല്ലല്ല അണ്ണനെ വേറെ എനിക്ക് പണി കിട്ടി
അല്ലെന്നാണ് വിശ്വാസം. അല്ലല്ല ഗ്യാസ് ആണ് ഇവനാണ്. ഇല്ല ഇവൻ തന്നെ ഈസി ഇടങ്ങുന്നവനാണ്. അവനാണ് ഞാൻ നോക്കിട്ട. ഇപ്പൊ വേറെ എവിടെ നിന്ന് എനിക്ക് അടി വന്നല്ലോ അണ്ണാ. ഗ്യാസ് സ്റ്റേഷൻ ടൈമില്ലല്ലോ. സോൺ വരുന്നുണ്ട്. പെട്ടെന്ന് ലൂട്ട് ചെയ്യുന്നിട്ടൊന്നും വലിയ ബോബോയ് വടിയാളെ. എന്റെ ചിപ്പൊന്ന് എടുക്കണേ അണ്ണാ. ഹലോ ഗായ്സ്. என்ன பண்றீங்க? മാറോടെ കളിച്ചോണ്ടിരിക്കുന്നു. വിളയാടിട്ടിരിക്കാ കാച്ച്. யாராச்சும் ஒருத்தர் ஸ்ட்ரீம் போடுங்க. ലൂട്ടൊന്നും ആയില്ലല്ലോ. വണ്ടി ഉണ്ടോടാ ഞാൻ പറഞ്ഞു വരാം. കവറിൽ വന്നിട്ടുണ്ട്. അയ്യോ സോൺ 3 ആയിട്ടുള്ളൂ. സീനില്ല. സിപ്പ് എടുത്താണോ സിപ്പ്? ഇല്ല ചിപ്പ് എടുത്ത് കാര്യം കൊടുക്കാനോ ഒന്നുമില്ല. വണ്ടി ഓടിച്ചോണ്ട് யாராச்சும் ஒருத்தர் ஸ்ட்ரீம் பண்ணுங்களேன். പോട്ടെ ബസോരടി ഞാൻ തന്നെ വീഴും. എന്തൊക്കെ തരം മാർക്കറ്റിംഗ് അല്ലേ ഓരോ. സത്യം. ടെസ്റ്റിൽ മേലുണ്ടോ നോക്കിട്ടാ മലയാളത്തോട്. മല ഈ മേളത്ത് ഈ മാർക്ക് ക്ലിയർ ആ. എന്റെ എല്ലോ അവിടെ ആരും കാണുന്നില്ല. എല്ലോയില് കേറിയാൻ കടി കണ്ണ. എല്ലാ അടിയും വരുന്നുണ്ട്. ഇറച്ചി കളിക്കാം. മേളത്ത് ഇറച്ചി കളിക്കാം. ഇവിടെ കൊടുക്കാം. ഓക്കെ കേട്ടോ. പക്ഷെ താഴത്തെ വീട് എല്ലാം നോക്കി. സ്മോക്ക് ഒന്നും ഇല്ലല്ലോ. ഒരു സ്മോക്ക് തരുവാ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇടത്തോലും ഇല്ല. പിന്നെ തന്നേക്കാന്നാലും ഇങ്ങോട്ട് ഞാൻ കുറച്ചേരം ഇങ്ങോട്ട് ഫൈറ്റ് സ്മോക്ക് ഇട്ടടാ. എല്ലാ സൈഡിലും കിട്ടിയാ. അയ്യോ വീടാ. ഇത് എവിടെന്നാടാ സ്മോക്കിനത്ര കാരണം വേണ്ടിട്ട്? അവൻ ഹാക്കാണ്. അതാ ഞാൻ ചോദിച്ചേ. എന്നെ രണ്ടാമത് എന്നെ അടിച്ചിപ്പോ. അത് കഴിഞ്ഞു കണ്ണാപ്പിക്കും കിട്ടി. എടാ ഹാക്കറാടാ. അടുത്ത ഷോട്ട് കൊണ്ടാണ് ഹാക്ക് കൺഫേം. അവിടെ എന്തിനാ അവരാ തോന്നൊക്കെ മയില് ചുമ്മാ അടിക്കുന്ന നോക്കി കൂടി ഒരു വിലയില്ലേ. ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാ കളിക്കുന്നല്ലേ? എനിക്ക് കിട്ടി, നിനക്ക് കിട്ടി. അവനെ ഫിനിഷ് ആക്കി എന്നെ നോക്കിട്ട് പിന്നെ എന്നെ എടാ കൊച്ചിയുടെ സൈഡിൽ അടിയുണ്ട്. പറ്റൂലല്ലേ. എടാ കണ്ണാപ്പി ഇങ്ങനെയൊക്കെ കിടന്ന പോച്ചിങ് അടി കിട്ടൂടാ വാണമേ. ஏதோ சாப்பிட்டுட்டே விளையாடுறான்டா. കോച്ച് അവൻ ഇങ്ങനെയാണ്. ഇവൻ ലൈവ് കളിക്കാൻ വരുന്നതാണെന്നാണ് കോച്ച് വിചാരിക്കുന്നത്. ബക്കറ്റ് പിടിക്കാൻ വരുന്നത്. മരത്തിലെ കണ്ടില്ല റിവലേത്? ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ കണ്ടില്ല. ഞാൻ ശിവന്റെയാണ് പറഞ്ഞത് ചോദിച്ചു പെട്ടെന്ന്. ബോബോയ് അച്ഛൻ സ്ട്രീമിംഗ് ആന്ന് പറഞ്ഞിട്ട് റെഡ് ബുള്ളൊക്കെ മേടിച്ചോണ്ട് തോന്നണേ. അത് പറഞ്ഞു മേടിപ്പിച്ചല്ലേ അണ്ണാ? പറഞ്ഞു മേടിപ്പിച്ച തന്നെ. ഓ എന്തൊക്കെ കാണണം. നെക്സ്റ്റ് ഒരു 2v2 കളിക്ക്. 2v2 ഒന്നല്ല, ഇവിടെ നമ്മള് സീരിയസ് പുഷ് ചെയ്തോണ്ടിരിക്കുമ്പോ 2v2. ആ പിന്നെ
കണ്ണാ പോയി ഫുഡ് കഴിക്കും. ഇവിടെ വീട്ടില് ചോറൊന്നുമില്ല അയ്യോ ചോറില്ലാത്തോണ്ടാ. വെരി പുവർ 80 ഡാമേജ്. കണ്ണാ ഇപ്പൊ നീ സ്റ്റിങ് കുടിക്കാണല്ലോ. സ്റ്റിങ് ഒക്കെ കുടിച്ചിട്ട് ഏകദേശം കൊറേ നാളായി. ഒരു 2 വർഷം എന്തോ എന്ന് തോന്നുന്നു. എനിക്ക് ലാസ്റ്റ് വില്ലയിലുള്ളപ്പോ എന്തോ സ്റ്റിങ് കുടിച്ചോണ്ടിരുന്നത്. അതല്ലേ വില്ലയില് അവസാനമൊക്കെ എപ്പോഴും നിർത്തി. വില്ലയില് അല്ലാണ്ട് സ്റ്റിങ് കുടിക്കുന്നത്. ഇപ്പൊ റെഡ് ബുള്ള് ഇപ്പൊ കുറച്ചുകൂടെ കൂടിയ സാധനങ്ങളാ. ഞാൻ അന്നും കുടിക്കാറില്ല, ഇന്നും കുടിക്കാറില്ല. അയ്യോ നീ കുടിക്കാറില്ലല്ലേ സ്റ്റിങ്? കുടിക്കുന്ന വേറെ സാധനമാണ്. അവൻ കുടിക്കുന്നത് സ്റ്റിങ്ങിലും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ അണ്ണാ ബിയർ. കുടിച്ചിട്ട് വരും രണ്ടും കൂടി പയ്യെ. അതൊക്കെ ഒരു കാലല്ലാണ്. വന്ന് വിഷമൊക്കെ പറഞ്ഞ അണ്ണന്റെ ലൈവൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയി ചായ കുടിച്ച് തിരിച്ചു വരുന്നത്. ലൈറ്ററിന്റെ ഒരു സൗണ്ട് അല്ലേ ഏട്ടാ? എന്തൊക്കെയാണ് ബ്രോ പറയുന്നേ? ഞാൻ എന്ത് ലൈവിലിരുന്ന് ലൈറ്ററും വെച്ച് സിഗരറ്റ് വലിക്കണ? ഞാൻ തോന്നിവാസം ഒന്ന് ലൈവ് എന്ന് പറയുന്നത് എന്താ പോയി എന്തൊക്കെ തരം ആൾക്കാര്. ചെറുക്കണ്ണ റെഡ് കത്തിക്കുവോ? അത് അറിയില്ല. അതിപ്പോ അത് കത്തിക്ക്. ബാത്റൂമിൽ ഒരുമിച്ച് കത്തിക്കും. ഇനിയും വെയിറ്റ് ചെയ്യും. എക്സ്ട്രാ ടൈം പോയെന്നാണ് പറഞ്ഞത്. സൂപ്പർ നൈറ്റ് ഷിഫ്റ്റ് എടുത്തൊന്നും നിനക്ക് പൈസ അയച്ചിട്ട്. വാസണ്ണൻ ഇന്നേ വരെ എന്റെ ചാനലിലൊരു സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുള്ള അതൊരു ഹാർഡ് ബ്രോക്കൺ ആണ്. ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ടില്ല എനിക്ക്. അണ്ണാ 1 മണിക്കൂറായിട്ടാണ് എന്റെ ചാനൽ ഇതുവരെ സൂപ്പർ ചാറ്റ് ചെയ്തില്ലല്ലോ അണ്ണാ. 20 രൂപ ചെയ്യല്ലേ? അണ്ണാ ചിക്കൻ അടിക്കേ ചെറുതായിട്ടാ. ചിക്കൻ അടിച്ചാല് ചോമ്പ് എത്തിക്കാ. മറ്റേ അണ്ണനൊരു 20 ചെയ്ത് അണ്ണന് തന്നെ അതൊരു കുറച്ചിലാവൂലേ? അത് കുറച്ചിലായിരിക്കണം. ആരെങ്കിലും സ്ക്രീൻഷോട്ട് ഒക്കെ ഇട്ട് കളിയാക്കി മോശമായിരിക്കും. കുറഞ്ഞത് 2000 നോക്ക്. ആരെയിലൊക്കെ എടുത്ത് റിയാക്ട് ഒക്കെ ചെയ്ത് പിച്ചിക്കൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് മോശമായിരിക്കും. നമുക്കത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. നമ്മള് ചൂടൊക്കെ ആവും. ഒന്നും തരുന്നില്ല. വേണ്ട വേണ്ട. സൂപ്പർ ചാറ്റ് ചെയ്താലല്ല ആൾക്കാർ റിയാക്ട് ചെയ്യുള്ളൂ. ചെയ്യാതിരിക്കാം. റിയാക്ഷനേ ഇല്ല. ഒരു സ്കോഡ് 2 സ്കോഡ് പൈസ കൊടുത്ത് വീഡിയോ ഇടിപ്പിക്കും. എടാ അപ്പുറത്തെ സൈഡിൽ ഇറങ്ങാം. അപ്പുറത്തെ മഞ്ഞ മാർക്ക്. അയ്യോ മൊത്തം ആൾക്കാരാണ്. അയ്യോ ഞാൻ ഇപ്പത്തെ സൈഡായി പോയില്ല. ഞാനും പോയി. എടാ ഞാൻ നിന്റെ കമന്റ് മുമ്പിക്കൊണ്ടിരിക്കും. ഇവനെയൊക്കെ അല്ല അച്ഛൻ വന്ന് വിളിച്ച സമയത്ത് ഞാൻ നേരെ മേളത്തെ റൂമിലോട്ടൊക്കെ ലാൻഡ് ആയിട്ടാ. വേറല്ലേ ഒരാളോട് വേളിൽ ഇവിടെ സൗണ്ട് കിടന്നത് ഇങ്ങനെ പോയതറിയാമേ. താങ്ക് യു അച്ഛാ. എന്റെ സ്നേഹം കണ്ട അച്ഛനോട് സ്നേഹം വേണ്ടേ? അതെ 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 അതെ. സ്നേഹിച്ചോണ്ടാണ് ആ പുള്ളിക്കൊരു ഇച്ചിരി എന്നെ അടിക്കാൻ വരുന്നല്ലോ അണ്ണ ഇവൻ. നീ സ്നേഹിച്ചാണ് അങ്ങേരിയില്ല നിന്റെ രോമത്തിൽ തുറന്ന് എന്റെ ശവത്തിൽ ചോട്ടണം. പെട്ടെന്ന് തന്നെ തുടങ്ങൂല്ലോടാ. അപ്പൊ എന്നെ പെട്ടെന്ന് തന്നെ അടിക്കുമല്ലോടാ. നീ എന്തുണ്ട് എന്റെ സ്ഥലത്തൊക്കെ വരുന്ന അണ്ണാപ്പി? എന്തൊക്കെ അളിയാ കാണിച്ചു. ഒരുത്തന്റെ ശവത്തിൽ തൊട്ട് ഇനി മറ്റേ രോമം. ഓടി വേടാ ഓടി വേടാ ഓടി വേടാ ഞാൻ മരിക്കാൻ നീ ചാവൂല. നീ വെയിറ്റ് ചെയ്യ്. ചത്തല്ലേ ഇത് നടക്കൂല. ഇത് വലിയ പാടാണ്. ഇത് ഇവരെ കൊണ്ട് ഇതെന്നെ റീകോൾ ചെയ്ത സെറ്റാണ് അണ്ണാ. ഒരുപാട് ഞാൻ സേഫ് ആണ്. വാച്ചോണൻ ഏതാ സ്കോപ്പ് പീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. നടക്കുന്നില്ല. സ്കോപ്പ് ഒന്നും കയ്യിലില്ലാത്തോണ്ടാണ് പിന്മാറി. സ്കോപ്പ് വേണോടാ? സ്കോപ്പ് ഇട്ടു. 6x കാർണൈറ്റ് ആണ്. പീക്ക് ചെയ്യുന്നു.
ആസോണ്ണ വിഷയൊരു ഷോട്ട് അണ്ണൻ പിന്മാറി വീട്ടും കാരണ കയ്യിൽ ആരും ഇത് കവർ